കടന്നു വന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. മിറക്കുലസ് സൺസ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിൽ കടന്നു വന്നവരോടുള്ള ഞങ്ങളുടെ ബഹുമാനം അറിയിക്കുന്നു. അല്പനേരം പതിനോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് മാത്രപ്പെടുത്തുക. ഫാനിമോൾ നമ്മുടെ ലൈനിലുണ്ട്. ഫാനിമോൾ, വുഡ് യു പ്ലീസ് അൺമ്യൂട്ട് ചെയ്തിട്ട് ദൈവം കൊടുത്ത ആ താലന്ത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണിനും കാഴ്ചയില്ലാത്ത പൈതൽ ദൈവം ഉപയോഗിക്കുന്ന വഴികളെ പറ്റി നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? അപ്രീഷിയേറ്റ്. ഫാനി, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി മിറക്കിൾസ് ഹെഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ കൂടി വന്ന ഈ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ, ഒത്തിരി ദൈവാശ്രയബോധത്തോടെ, ദൈവ സാന്നിധ്യത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് വാസ്തവമായും ഇടപെടും. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി മനസ്സെല്ലാം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തിയിൽ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. സ്വർഗം ഈ ആരാധനയിൽ സന്തോഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം തരുന്നതായിട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ വിശ്വാസ ജീവിതാരംഭ വിശ്വാസ കാഴ്ച വഴി നമ്മൾക്ക് ഒന്നിനും അലലിയ മുട്ടില്ലാതെ വന്ന സ്വർഗത്തിന്റെ ഭണ്ഡാരം തുറന്ന് നമ്മളെ അത്ഭുതമായി നടത്തുന്ന ആ ദൈവത്തിന്റെ വൻ കൃപയ്ക്കായി സ്തോത്രം. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതിയൊന്നും നമുക്ക് വേണ്ട. നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. തീരെ ബലഹീനനായി കിടന്നാലും ഞാൻ യേശുവിന്റെ മാറിൽ ചാടും എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ചേർന്ന് പാടി അഭിഷേകത്തിൽ ആത്മനിറവിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താവിധം അത് മനോഹരം എന്ന് സന്തോഷമാക്കുന്നു ജീവിതം. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറി. ഓ, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറി. എന്നും സഹായമൊക്കെയായി ഭൂതമാപിടം തൊട്ട് സുഖപ്പെടുത്തും എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്നും സന്തോഷമാകുന്നു ജീവിതം. ആവേരെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്നും സന്തോഷമാകുന്നു ജീവിതം. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ, ചിന്താതീതം അത് മനോഹരം എന്ന് സന്തോഷമാക്കുന്നു ജീവിതം. ആവേരെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്ന് സന്തോഷമാക്കുന്നു ജീവിതം. ഹല്ലേലൂയ. ആരാധനേ അങ്ങേക്ക് ആരാധന. പ്രിയ പിതാവേ, അങ്ങയുടെ ജനത്തെ, ഈ മിനിസ്ട്രിയെ, അങ്ങയുടെ ദാസന്മാരെ അവിടുത്തെ നാമത്തിൽ എന്റെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ കർത്തൃദാസന്മാരെയും മിറക്കുലസ് ഹാൻഡ് ഓഫ് ദിസ് മിനിസ്ട്രിയിലേക്ക് ഞങ്ങളുടെ സ്വാഗതവും സ്നേഹം അറിയിക്കുന്നു. എനിക്ക് ഒട്ടും തന്നെ സമയം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 വാക്കുകൾ മാത്രം കർത്തൃദാസനെ പറ്റി ജസ്റ്റ് വേ നമുക്ക്. പാസ്റ്റർ PG വർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറിയാത്ത ഒരു വ്യക്തികളുമില്ല. അറിയുന്നതിലുപരിയായി തൻ്റെ തൂലിക മുഖാന്തരം, തൻ്റെ കൃതികൾ മുഖാന്തരം, തൻ്റെ ആർട്ടിക്കിൾ മുഖാന്തരം അനേക ജീവിതങ്ങൾ, 1 അല്ല 2 അല്ല 10 അല്ല 100 അല്ല 1000 അനേക ജീവങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചു. താനും തൻ്റെ കുടുംബവും ഇതിന് സുവിശേഷ വിലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ദൈവം അവരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച വഴികളെ പറ്റി പറയുവാൻ പോലും ഞാൻ വൃത്തിയല്ല. എങ്കിലും ഞാൻ ഒട്ടും സമയം എടുക്കുന്നില്ല. അടുത്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളി വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ബ്രദർ ലോയുടെ സിസ്റ്ററെയാണ് വിവാഹം കഴിച്ചത്. അപ്പം ഞങ്ങൾക്കൊരു ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ PG വർഗീസ്, യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിപ്പീൻ. ജയിലിലായിരിക്കുമ്പോൾ സന്തോഷിക്കുക, വിധവയായാൽ സന്തോഷിക്കുക, ഭാര്യയില്ലാത്ത ഭർത്താവായാൽ സന്തോഷിക്കുക, ഇതെല്ലാം ഉള്ളപ്പോഴും സന്തോഷിക്കുക. അതാണ് ഒരു യഥാർത്ഥ യേശുഭക്തന്റെ ഒരു ക്രിസ്തീയ
യേശുവിൻ്റെ ശിഷ്യൻ്റെ കടമ നമ്മളത് ചെയ്യണം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതിനകത്തോട്ട് നോക്കുമായിരുന്നു ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. പാട്ട് പാടിയത് ഇനിയും തൊട്ടെങ്കിലും ഒരു വിധവയെ ഏൽപ്പിക്കാൻ നോക്കണം, അവർക്കൊരു ചാൻസ് കിട്ടട്ടെ. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന വിധവമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എഴുതണം, എനിക്ക് പാട്ട് പാടാവുന്നവരായിരിക്കണം, ശ്രമിക്കുന്നവരായിരിക്കരുത്, പരിശീലിക്കുന്നവരായിരിക്കരുത്. പാട്ട് പാടാൻ കഴിവുള്ളവർ പറഞ്ഞിട്ട് അവരെ കൊണ്ടൊന്ന് പാടിപ്പിക്കാമെങ്കിൽ അവർക്കും ഒരു സുവർണാവസരം ആയിരിക്കട്ടെ. ഞാൻ വീണ്ടും ശ്രദ്ധിക്കുകയായിരുന്നു, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ്. ഈ വിധവമാരെല്ലാം എന്ത് ചെയ്യും? ഇവിടുന്ന് സപ്പോർട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള, സഹായമൊക്കെ വാങ്ങിച്ചിട്ടുള്ള സഹോദരിമാരെന്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നില്ല എനിക്കറിഞ്ഞുകൂടാ. അവരെല്ലാവരും ജോയിൻ ചെയ്യണം. കാരണം ഇത് വിധവമാർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ വിധവമാരെല്ലാവരും ജോയിൻ ചെയ്യണം. വിധവമാരല്ലാത്തവരും ജോയിൻ ചെയ്യണം. കാരണം പലതും നിങ്ങൾക്ക് പഠിക്കാനൊക്കും. നാളെ വേറൊരാളിനെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഹല്ലേലൂയ. വിധവമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, ദൈവം നിങ്ങളെ മറക്കുന്നില്ല. എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരോടും പറയട്ടെ, ധനസ്ഥിതി മെച്ചപ്പെട്ട സ്ത്രീജനത്തോടും പറയട്ടെ, വിധവന്മാരോട് കരുണ കാണിക്കുക. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ കുറേ വാക്യങ്ങൾ അല്പം മുമ്പ് എഴുതിയെടുത്തു. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. എഴുതിയെടുക്കുന്നവർക്കായിട്ട് സ്തോത്രം, എഴുതിയെടുക്കാതെ ഓർമ്മ വെക്കാൻ കഴിവുള്ളവർക്കായിട്ടും സ്തോത്രം. എഴുതാൻ സ്വഭാവമില്ലാത്തവർക്ക് ഞാൻ പറയുന്നില്ല. 22-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. വിധവയെയും അനാഥനെയും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ക്ലേശിപ്പിക്കരുത്. എന്നുവെച്ചാൽ അവർക്ക് പ്രയാസം കൊടുക്കാൻ പാടില്ല, അവരെ ദുഃഖിപ്പിക്കാൻ പാടില്ല, അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അവർക്കെതിരായിട്ട് ആരും ദോഷം ചെയ്യരുത്. അമ്മായിമ്മ ദോഷം ചെയ്യരുത്, നാത്തൂൻ ദോഷം ചെയ്യരുത്. എൻ്റെ അനുഭവങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് അനുഭവങ്ങൾ പറയാനുള്ളത് അല്ലെങ്കിലും വേറൊരു അനുഭവം ഓർമ്മ വരുന്നു. എൻ്റെ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി ബ്രദർ, ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനായിട്ട് നിന്ന് ഞങ്ങളുടെ കുടുംബസ്വത്ത് ഭാഗിക്കാൻ സഹായിക്കണം. കാരണം അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നം വന്നിരിക്കുകയാണ്. ആർക്ക് വേണം? ഒരു വലിയ വീടുണ്ട്. വലിയ വീടെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ വീട്. അപ്പോൾ ഈ സഹോദരി എൻ്റെ പറയാം, എനിക്ക് ഈ വീട് വാങ്ങിച്ചു തരണം. ആ സഹോദരി ദുബായിൽ ജോലി ചെയ്യുകയാണ്. കാരണം ഇത് വലിയ വീടാണ്, അവർക്കുള്ള വീടിനേക്കാൾ വലിയ വീടാണ്. അപ്പം ഞാൻ ചോദിച്ചു അവർക്ക് എത്ര മക്കളുണ്ട്. എനിക്കറിയാവുന്ന വീടാണെങ്കിലും ചോദിച്ചു എത്ര മക്കളുണ്ട്. 3 പെൺമക്കളുണ്ട്, സ്തോത്രം. പിന്നെ ഒരു മോനുണ്ട്, ആ മോനും മരിച്ചുപോയി. പിന്നെ മോനൊരു ഭാര്യയുണ്ട്, ഭാര്യയ്ക്കൊരു കുഞ്ഞുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ആ വീട് വാസ്തവത്തിൽ മകൻ്റെ മകന് കിട്ടേണ്ടതില്ലേ? മകൻ ജീവനോടുണ്ടെങ്കിൽ ആർക്കായിരിക്കും? പറഞ്ഞു, ആയിരുന്നു. എന്നാലും അങ്കിളെ, അത് ഞങ്ങളുടെ കുടുംബ സ്വത്തല്ലയോ? വല്ല കുടുംബത്തിലും എന്തോ പറഞ്ഞേ? വല്ല കുടുംബത്തിലോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ മധ്യസ്ഥനായിട്ട് വിളിച്ചാൽ ഞാൻ നീതിമാനായിട്ട് പ്രവർത്തിക്കും. ഞാൻ ഒറ്റയ്ക്ക് വരത്തില്ല, എൻ്റെ കൂടെ 4-5 പേരും കൂടെ കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേരെ കൊണ്ടുവരാം. എല്ലാവരും കൂടി നിന്നിട്ട് തീരുമാനിക്കട്ടെ. ഞാൻ പറയും, ന്യായമായിട്ട് ഇത് മകൻ്റെ മകന് കിട്ടണം. ആ സഹോദരി പറഞ്ഞു, അങ്കിള് വരണ്ട, ഞങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കാം. നിങ്ങൾ അമ്മായിമ്മയുടെയൊക്കെ പറയുകയാണ്, നാത്തൂൻ്റെയൊക്കെ പറയുകയാണ്, വേറെ ആരൊക്കെ ഉണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, വിധവയെയും അനാഥനെയും നിങ്ങൾ ദൈവമക്കൾ ക്ലേശിപ്പിക്കരുത്. ആദ്യം വിധവയുടെ പേരാ പറയുന്നത്. പിന്നെന്തോ വേണം? സഹായിക്കണം, നീതിയായിട്ട് കാര്യങ്ങൾ നടത്തണം. അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കണം. യാതൊരു വിധത്തിലും അവൾ വിധവയാണല്ലോ എന്ന് വിചാരിച്ച് അടുത്ത് കൂടരുത്, ദോഷം ചെയ്യരുത്. തുറന്നു പറയുകയാണ്. എനിക്ക് അങ്ങനൊരു കൃപ, അതോ എൻ്റെ ദുസ്വഭാവമാണോ? തുറന്നു പറയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ആരെയും സമ്മതിക്കരുത്, സഭയിലുള്ളവരെ സമ്മതിക്കരുത്. ഇതാ ഞാൻ വേറൊരു വാക്യം കൂടെ കാണുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാധിദൈവവും കർത്താവുമായ വല്ലഭനും ഭയങ്കരനുമായ ദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. സഹോദരിമാർ, നിങ്ങൾ ന്യായം കൊടുത്തി കൊടുക്കണം. അമ്മായിമ്മ ന്യായം കൊടുക്കണം. മരുമകൾ ന്യായം പാലിച്ചു കൊടുക്കണം. നാത്തൂൻ ന്യായം പാലിച്ചു കൊടുക്കണം. സഭ പാസ്റ്റർ ന്യായം പാലിച്ചു കൊടുക്കണം. പക്ഷം കൂടണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ന്യായം ആയിരിക്കണം.
വീതം വെക്കുമ്പോഴും ന്യായമായിരിക്കണം. ഏത് സമയത്തും. ഇതാ ഞാൻ വേറൊരു വാക്യം കൂടെ കാണുകയാണ്. 1 തിമോത്തിയോസ് 5:3 മുതൽ 5 വരെ. കർത്താവേ, എളുപ്പം കാണണമേ. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 5:3 മുതൽ 5 വരെ. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കണം. സാക്ഷാൽ വിധവയായിരിക്കണം കേട്ടോ. വിധവയായി കഴിഞ്ഞിട്ടും പിന്നെ ഇല്ലീഗലായിട്ട് ഒരു ഭർത്താവുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കട്ടിയായി പോയോ? വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാനങ്ങ് സരളമാക്കിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു സ്ത്രീ സാക്ഷാൽ വിധവയായിരുന്നാൽ അവരെ മാനിക്കണം. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. ഇതെവിടെ പറയുന്നുണ്ട്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ 2:37-36 പറയുന്നു. ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ, ഹന്ന എന്ന് പറഞ്ഞ കൃപ എന്നാണ് അർത്ഥം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മക്കൾക്കും കൊച്ചുമക്കൾക്കും നല്ല പേരിടണം. ഈ ഇടയ്ക്ക് ഒരു സഭയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടെങ്കിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് പോയി. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ഇന്ന പേര് തെറ്റാണ്, വേദപുസ്തക പ്രകാരം തെറ്റാണ്. പക്ഷെ ആ സ്ത്രീ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അത് പറയത്തില്ല, ആ പേര് പറയത്തില്ല. കാരണം പറയുന്നതാണല്ലോ ഒരു പാസ്റ്ററുടെ ഒരു കുടുംബം നഷ്ടപ്പെട്ടു അല്ലേ? അപ്പം ഞാൻ കാരണം. പക്ഷെ ഞാൻ സത്യമാണ് പറഞ്ഞേ, നിങ്ങളുടെ മക്കൾക്ക് ദുരർത്ഥമുള്ള പേരിടരുത്. അർത്ഥമില്ലാത്ത പേരിട്ടോ. ജോജി വല്ല അർത്ഥമുണ്ടോ? ഇല്ല. ബിനു വല്ല അർത്ഥമുണ്ടോ? ഇല്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദുരർത്ഥമുള്ള പേരുണ്ട് എങ്കിൽ അത് മാറ്റണം. അത് മാറ്റണം. ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളൊക്കെ സ്നാനപ്പെട്ട് വരുമ്പോൾ അവരുടെ പേര് ഞാൻ മാറ്റാറില്ല. പക്ഷെ ദുരർത്ഥമുള്ള ഒരു പേരുണ്ടെങ്കിൽ ഞാൻ മാറ്റും. സദാശിവൻ. എന്തിനാ സദാശിവനായിരിക്കുന്നേ? ഇല്ല, പാടില്ല. സദാ യേശു ക്രിസ്തു, സദാ മഷിയാദാസ് ആയിരിക്കട്ടെ. ദുരർത്ഥമുള്ള പേരാണെങ്കിൽ, ഇതുപോലെ കുറേ പേരുകളുണ്ട്, ഞാൻ പറയത്തില്ല. പറഞ്ഞാൽ എന്നോട് ആളുകൾ പിണങ്ങും, ആളുകളുടെ സഭയിൽ നിന്ന് നഷ്ടപ്പെടും. ദുരർത്ഥമുള്ള, അനർത്ഥം വിളിച്ചു വരുത്തുന്ന പേരുകളാണെങ്കിൽ മാറ്റണം. ഹന്ന, കൃപ. 36-ാമത്തെ വാക്യം, അവൾ 7 വർഷം മാരീഡായിട്ട് താമസിച്ചു. അപ്പോൾ ഒരു 15 വയസ്സ് കല്യാണം നടന്നു വിചാരിച്ചു. അന്നത്തെ കാലത്ത് 22 വയസ്സായപ്പോൾ അവൾ വിധവയായി. 15 അധികം 7, എൻ്റെ കണക്ക് മോശമാണെങ്കിൽ 22. പിന്നെ അവൾ 84 വർഷം വിധവയായിട്ട് താമസിച്ചു. കല്യാണം കഴിക്കേണ്ട തീരുമാനിച്ചു. അതും നല്ലത് തന്നെ. കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാലും നല്ലത് തന്നെ. രണ്ടും നല്ലതാണ്. എവിടെയോ നമുക്ക് കുറച്ച് ഹിന്ദു കൾച്ചർ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദു കൾച്ചർ വന്നിട്ടുണ്ട്. നമ്മൾ വേദപുസ്തകം പഠിപ്പിക്കുന്നെങ്കിലും ഇതേ ഉള്ളൂ വ്യത്യാസം. പണ്ട് നമ്മൾ ഹിന്ദു ദൈവങ്ങളെ ആരാധിച്ചിരുന്നു, നമ്മുടെ അമ്മയപ്പന്മാർ അല്ലേ. നമ്മളെല്ലാവരും സുറിയായി നിന്ന് വന്നവരൊന്നുമല്ല. ആരാണ്ട് വന്നു 4, 5, 6, 10, 15 പേര് വന്നു. ബാക്കി ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള പറയരെയും പുലയരെയും അങ്ങനെയുള്ള താഴ്ന്ന ജാതിക്കാരെയും 1, 2 കുടുംബത്തിൽ നിന്നൊക്കെ വലിയ കുടുംബത്തിൽ നിന്നുണ്ട്. അല്ലാതെ പൂജാരിമാരുടെ മക്കളൊന്നുമല്ല നമ്മളെല്ലാവരും. എവിടെ നിന്നൊക്കെയോ വന്നു. നമ്മളെല്ലാവരും അന്ന് മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് ഇന്നിപ്പോൾ യേശുവിനെ ആരാധിച്ചു. പക്ഷെ നമ്മുടെ കൾച്ചർ എന്തുവാ? അതിപ്പോഴും നമ്മുടെ ഹിന്ദു കൾച്ചറാണ് അല്ലേ. രാഹുകാലം നോക്കിയെന്ന് വരും അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ശനിയാഴ്ച കല്യാണം നടത്താതെ? അതുകൊണ്ടല്ലയോ നമ്മൾ ചൊവ്വാഴ്ച കല്യാണം നടത്താതെ? അതുകൊണ്ടല്ലയോ രാഹുകാലം നോക്കി മണവാളനും മണവാട്ടി ഇറങ്ങണമെന്ന് പറയുന്നേ? പിന്നെയുണ്ട് കുറേ കാര്യങ്ങൾ അല്ലേ. അതുപോലെ ഒന്നാണ്, വിധവയെ കല്യാണം കഴിക്കത്തില്ല. എന്താ കാര്യം? ഹിന്ദുക്കൾ അങ്ങനെ ആയിരുന്നു. അവർക്ക് ഫ്രഷ് മതി. ഈയിടയ്ക്ക് ഒരു അമ്മച്ചിയുടെ ആവശ്യം വൈറലായിരുന്നു. എന്തുമായിരുന്നു? ഫ്രഷ് ആയിട്ടുള്ള പെങ്കൊച്ച് വേണം. സെക്കൻഡ്, വേദപുസ്തക പ്രകാരം വിധവമാരെ കല്യാണം കഴിക്കണം. എന്തുകൊണ്ട് നമ്മുടെ സഭയെ അത് പഠിപ്പിക്കുന്നില്ല? നമുക്കെല്ലാവർക്കും സുറിയാനി ക്രിസ്ത്യാനി മതി. നിങ്ങൾക്കറിയാം, പാലക്കാട് 150ഓളം, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ, നായന്മാരും മർത്തോമക്കാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായവർ. അവരെല്ലാവരും 100% ഹിന്ദുക്കളായി തിരികെ പോയി. എന്താ കാര്യം? അവരുടെ മക്കളെ കെട്ടാൻ ആരുമില്ല. നമുക്കെല്ലാം വേണ്ടിയ സുറിയാനി ക്രിസ്ത്യാനി. എവിടെ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്? എനിക്ക് സങ്കടം വന്നു. എൻ്റെ മോൻ ഇത് കേട്ടപ്പോൾ ഡോക്ടറുടെ വീട്ടിൽ ഇരുന്ന് ഇത് കേട്ടതാണ്.
എൻ്റെ മോൻ കല്യാണം കഴിച്ചതായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരും കല്യാണം കഴിച്ചില്ലയോ? എന്തുകൊണ്ട് മാരാമന്, എന്തുകൊണ്ട് കുമ്പനാട്, എന്തുകൊണ്ട് വേറൊരു സ്ഥലയില് നമ്മൾ പറയുന്നില്ല? മറ്റു മതത്തിൽ മുസ്ലിങ്ങളെ നോക്കിയാട്ടെ, ഒരാൾ മുസ്ലിമെ കഴിഞ്ഞാൽ ഉടനെ കല്യാണം, ഒരാഴ്ചയ്ക്ക് കല്യാണം നടക്കും. നമ്മളോ വിധവന്മാരെ കല്യാണം കഴിക്കാതിരിക്കുന്നത് സ്വയം തീരുമാനിക്കുന്നതിൽ നല്ലത്. അവർക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ, വേദോത്വം പറയുന്ന കാര്യമാണ്. സഹോദരന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല, പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, വലിയ പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ അമ്മയും അപ്പനും കല്യാണം നടത്തി കൊടുക്കണം. വാക്യം വേണം. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്തു? ഈ വിധവ ഈ 84 വർഷം 37-ാമത്തെ വാക്യം, ദൈവാലയം വിട്ടു പിരിയാത്തവളും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും കഴിയുന്നവളായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ചു. എല്ലാവരും അങ്ങനെ ആയിരിക്കണം. ദൈവാലയത്തിൽ താമസം അന്നത്തെ കാലത്ത് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് അതിനുള്ള സൗകര്യമില്ല. പക്ഷെ ഞാനും ഒരു വിധവയായിരിക്കുന്ന ദൈവാലയത്തിരിക്കുമ്പോൾ ആരായിരിക്കും ഉള്ള ആഹാരം കൊടുത്തത്? ആരെങ്കിലും ഒക്കെ കൊടുത്തു കാണും. നമ്മളും ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നവരായി തീരുവാൻ, ഒരു അനാഥയെ, വിധവയെ സഹായിക്കുവാൻ, പണം കൊണ്ട് സഹായിക്കുവാൻ, ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കുവാൻ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിക്കുവാൻ നമ്മൾ മുൻകൈ എടുക്കണം. എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോഴതങ്ങ് നിന്നു എന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഒരു സ്ത്രീ വിധവയായി, പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ ഭാര്യമാർ വിധവയായെന്ന് കേട്ടാൽ ഞാൻ വർഷത്തിലൊരിക്കൽ 1000 രൂപ അയച്ചു കൊടുക്കും. എൻ്റെ ഇല്ലായ്മയുടെ കാലത്തെ കാര്യം പറയും, ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞു. ഇപ്പം എനിക്കൊരു 1000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ വളരെ ലിമിറ്റഡ് പണത്തിനകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വാച്ചിന് 380 രൂപയാണ് വില. എൻ്റെ വാച്ചിന് 380 രൂപയാണ് വില. അതിൻ്റെ വില അത്രയേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന പേനകളൊക്കെ വില കുറഞ്ഞ പേനയായിരിക്കും. ബാക്കിയുള്ളത് സമ്പാദിച്ചിട്ട് ആരെങ്കിലും, അന്നത്തെ കാലത്ത് ഞാൻ ദൈവദാസന്റെ ഭാര്യമാര് വിധവയായി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് 1000 രൂപ അയച്ചു കൊടുക്കുക വർഷത്തിലൊരിക്കൽ. പിന്നെ ഞാനങ്ങ് നിർത്തി. കാരണം അവരാരും എനിക്കൊരു മറുപടി പറയുന്നില്ല, അവരാരും എൻ്റെ ഒരു താങ്ക് യു ലെറ്റർ പറയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി തുടരാതിരിക്കുക. അതിനും കാരണം കാണും, അല്ലെ? അവരൊരു വിധവയല്ലയോ. എനിക്ക് എഴുതി കഴിയുമ്പോഴത്തേക്ക് തെറ്റഭിപ്രായം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരിക്കാം, പക്ഷേ ശരിയല്ല, അല്ലെ? ഒരെഴുത്തെങ്കിലും എഴുതാമായിരുന്നു. ഈ പ്രോഗ്രാം നടത്തുന്ന മാത്യു ഉമ്മൻ്റെക്കൾ ബ്രദറിനെക്കളും ചോദിക്കണം, സഹായം കിട്ടിക്കഴിഞ്ഞിട്ട് എത്ര പേര് നന്ദി പറയുന്നുണ്ട്? നമ്മുടെ മലയാളികൾക്കുള്ള ഒരു തകരാറ്, സാഹിബന്മാർക്കല്ല, മലയാളികൾക്കുള്ള ഒരു ഇത്, താങ്ക് യു പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നന്ദി നമ്മളുണ്ട വാക്കുണ്ടെങ്കിലും നന്ദി എത്ര പേര് പറയും? നന്ദി പറയാറേ ഇല്ല, പറയുന്നില്ല. സഹോദരിമാർ കേട്ടാട്ട്, മാത്യു ഉമ്മനോ വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം, നന്ദി പറയുവാൻ നമ്മൾ പഠിക്കണം. ഞാനൊരു കഥ എടുത്തിരിക്കുകയാണ്. എവിടെയാണ് ദൈവമേ? 2 രാജാക്കന്മാർ 4-ാം അധ്യായം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം. ഒരു വിധവയുടെ കഥയാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശായോട് നിലവിളിച്ചു. ഒരുത്തിയുടെ കാര്യമാണ്. ആ പ്രവാചകനും ഒരുത്തിയായിരുന്നു. പ്രവാചകന്മാർക്ക് പലർക്കും ഒരുത്തി. ആരും വിചാരിക്കരുത് നമുക്ക് 2 ഭാര്യമാരാകാമെന്ന്. അല്ല, അയ്യോ, ദേവദാസന്മാരുടെ ഒക്കെ പറയല്ല, ചുമ്മാ ഇങ്ങനെ പൊതുവായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഒരു ഭാര്യ ആയിരിക്കണം ഒരു സ്ത്രീക്ക്. ഒരു സ്ത്രീ. ഇന്നലെ രാത്രി ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നലെ ഒരു വളരെ ബിസി ഡേ ആയിരുന്നു. രാവിലെ 8 മണിക്ക് ഇവിടുന്ന് പോയിട്ട് രാത്രി 8:30 തിരികെ വന്നേ. രാവിലെ 9 മുതൽ 4:30 വരെ ബൈബിൾ ക്ലാസ് എടുക്കുകയായിരുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നോൺ സ്റ്റോപ്പ് ബൈബിൾ ക്ലാസ്. ഇടയ്ക്ക് ലഞ്ച് എടുക്കാനായിട്ട് 1 മണിക്കൂർ എടുത്തു, ബാക്കി ക്ലാസ് എടുക്കുകയായിരുന്നു. 8:30 തിരിച്ചു വന്ന് കഴിയുമ്പോൾ ചാരാണ്ട് ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പറഞ്ഞു, എൻ്റെ മോടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ഏക സ്ത്രീയുടെ ഭർത്താവും ഏക പുരുഷന്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹം നടക്കട്ടെ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റെക്കോർഡിലും പരസ്യമായിട്ടും ഏക പുരുഷനും ഏക സ്ത്രീയും ആയിരിക്കട്ടെ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. നിങ്ങൾ ഒരുത്തിയായിരിക്കണം, വ്യത്യസ്തയായിരിക്കണം. സാധാരണ വിധവമാരെ പോലെ ആയിരിക്കരുത്. നിങ്ങളെല്ലാവരും ഒരുത്തിയായിരിക്കണം. ഏത്? വ്യത്യസ്തയായ ഒരുത്തി. ഞാൻ ആരായിരിക്കണം? വ്യത്യസ്തനായ ഒരു ഉപദേശി. എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഒബ്ജക്റ്റ് ചെയ്തില്ല കേട്ടോ. എന്നെ സഹോദര എന്ന് വിളിക്കുന്ന ഇഷ്ടം. ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ അതേ കണ്ടിട്ടുള്ളൂ. പിഴങ്ങരുത്, പാസ്റ്റർമാർ പിഴങ്ങരുത്. ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല. ബിഷപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഉടനെ ബിഷപ്പ് എന്ന് വിളിക്കും.
ആർച്ച് ബിഷപ്പ് എന്ന് വെച്ചാൽ ഞാൻ ആർച്ച് ബിഷപ്പ് എന്ന് വിളിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നെ നിങ്ങൾ ബ്രദർ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. പാസ്റ്റർ വിളിച്ചാൽ ഞാൻ പിണങ്ങത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഉപദേശിമാരിൽ എനിക്കത് ഇഷ്ടമുള്ള ഒരു പേരാണ്. ഉപദേശിമാരിൽ ഞാൻ വ്യത്യസ്തനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ജീവിത ശൈലിയിൽ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല കേട്ടോ. നാം എല്ലാവരും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും, എത്ര പേരുണ്ട്? 79 പേർ, 79 മെഷീനുണ്ട് ഇതിനകത്ത്, ഈ ഇൻസ്ട്രുമെന്റ്. അതിനകത്ത് ഏകദേശം 79 ഉണ്ടെങ്കിൽ ഒരു 180 പേര് കാണുമെന്ന് വിചാരിച്ചാട്ടെ. നാം എല്ലാവരും വ്യത്യസ്തരായിരിക്കണം. സാധാരണക്കാരായിരിക്കരുത്, സാധാരണ പാസ്റ്റർ ആയിരിക്കരുത്, സാധാരണ സഹോദരി ആയിരിക്കരുത്, സാധാരണ വിധവയായിരിക്കരുത്, സാധാരണ പൈതലായിരിക്കരുത്. ബി ആൻ എക്സംഷണൽ പേഴ്സൺ. ഹല്ലേലൂയ. ഇംഗ്ലീഷ് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന സ്ഥാപിക്കാനാണ് കേട്ടോ. 10ാം ക്ലാസ് പഠിച്ചില്ലയോ? ഇംഗ്ലീഷ് അറിയാം. ഏലീശായോട് നിലവിളിച്ചു. പഴയ നിയമത്തിൽ ഏലീശായോട്, പുതിയ നിയമത്തിനകത്ത് കർത്താവിനോട്. പുതിയ നിയമത്തിൽ പ്രവാചകന്മാർക്കെല്ലാം എന്നോട് ദേഷ്യമാണ്. ദേഷ്യമില്ലല്ലോ, എന്നോട് ഇഷ്ടക്കേടുണ്ട്. എന്താ കാര്യം? ഞാൻ പറയും, പ്രവാചകനെ അന്വേഷിച്ചു പോകാൻ വേദപുസ്തകത്തിൽ വാക്യമില്ല. ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ പോകും. കാരണം അന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദപുസ്തകം പറയുന്ന, നിങ്ങൾ പിണങ്ങിയാലും ശരി. പക്ഷെ പ്രവാചകൻ പോകണം എന്ന് വിചാരിച്ച് നിന്റെ ജീവിതത്തിനകത്ത് നീ വെട്ടിലാകുന്ന സമയത്ത് പ്രവാചകനെ അന്വേഷിച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ല ഒരിക്കൽ. പക്ഷെ ഇത് ശീലമാക്കരുത്. ചിലർക്കുണ്ട്. എന്നാൽ നമുക്ക് ദേവദാസനൊക്കെ ചോദിക്കാം, ആശുപത്രിയിൽ പോകണോ വേണ്ടായോ? നമുക്ക് ദൈവദാസനൊക്കെ ചോദിക്കാം, നമ്മുടെ വീട് വെക്കുന്നത് തെക്ക് വശത്തായിരിക്കണോ വടക്ക് വശത്തായിരിക്കണോ? ഇല്ല, പഴയ നിയമത്തിൽ പ്രവാചകനെ അന്വേഷിച്ചു പോയി. കാരണം അന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത് പുരോഹിതനുമില്ല, വേറെ ആർക്കുമില്ല, പ്രവാചകന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാവുള്ളതിനാൽ ആത്മാവ് നമ്മളെ വഴി നടത്തും. ആത്മാവ് നമ്മളെ വഴി നടത്തും. ആത്മാവ് നമ്മളെ വഴി നടത്തും. ഇന്നലെ രാത്രി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഞാൻ ഇല്ലിയും കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ മോൾ ഒരു ഇന്റർവ്യൂ എടുക്കുകയാണ്, ഇന്നലെയും ഇന്നും. ഒരിടത്ത് ജോലിയാണ് നോക്കുന്നത്, നല്ല ജോലിയുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു, ലോർഡ് അവളെ ഗൈഡ് ചെയ്താട്ട്. പഴയയിടത്ത് തന്നെ ആയിരിക്കണോ അതോ പുതിയ ഇടത്ത് പോകണമോ? പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. അതിന് വേറൊരാൾ ഉപദേശം തന്നെന്ന് വരാം, പ്രവാചകൻ വന്നെന്ന് വരാം. പൗലോസിന്റെ അടുക്കൽ ചെന്നു. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് പ്രവാചകൻ എടുക്കുക കേട്ടോ, കള്ളം പറയത്തില്ല. കള്ളം പറയത്തില്ല. എനിക്ക് കൊച്ചു കള്ളം പറയുന്നത് ഒരു ഇഷ്ടമല്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, കള്ളം നിരൂപിക്കുന്നവൻ, കള്ളം ചെയ്യുന്നവൻ, കള്ളം പറയുന്നവൻ, കള്ളം പറയുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. എൻ്റെ കർത്താവേ, അങ്ങനെയാണെങ്കിൽ കള്ളം പറഞ്ഞാൽ കള്ളം പറയരുത്. ചെറിയ കള്ളം പോലും പറയരുത്. കള്ളം പറയരുത്. കള്ളം പറയരുത്. എനിക്ക് എൻ്റെ ഇത് കഴിഞ്ഞ ആഴ്ച ഒരു കള്ളമായിപ്പോയി. അതുകൊണ്ട് അതും എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ പർവ്വത്ത് പാസ്റ്റർ ബാബു ചെറിയാൻ്റെ കൂടെ പാസ്റ്റർ സെമിനാർ എടുത്തു. 4 മുതൽ 7 വരെയായിരുന്നു. എടുക്കുന്ന സമയത്ത് 3 മണിക്കൂർ സംസാരിച്ചെന്ന്. പിന്നീട് ആ ഒരാൾ പറഞ്ഞു, ഇല്ല 1.25 മണിക്കൂറേ ഉള്ളായിരുന്നു. ഞാൻ പാസ്റ്റർ ബാബു ചെറിയാനെ വിളിച്ച് ചോദിച്ചു. പറഞ്ഞു, അന്നേരം 150 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് 3 മണിക്കൂറെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. 4 മുതൽ 7 വരെ. അറിയാതെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. പക്ഷെ കള്ളം പറയുന്നവരായി തീരരുത്. നമ്മുടെ പ്രവാചകന്മാരണോ, അതാണ് വിഷയം. ഏലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അത് എല്ലാവർക്കും അറിയാമായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അല്ലെ, എൻ്റെ വിശ്വാസം ഞാനും ദൈവം അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന ചിലരുണ്ട്. തെറ്റ്. സഭയിൽ മാത്രം അറിഞ്ഞാൽ പോരാ, ബാക്കിയുള്ളവർ അറിയണം. എങ്ങനെ അറിയണം? വേദപുസ്തകം കൈ കണക്കുന്നത് കൊണ്ട് അറിയത്തില്ല. എനിക്ക് പലരെയും അറിയാം. നാട്ടിലവർക്ക് സാക്ഷ്യമില്ല, അക്രൈസ്തവരുടെ മുമ്പാകെ സാക്ഷ്യമില്ല. സഭയിൽ എഴുതേണ്ടത് തുള്ളിച്ചാടിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പക്ഷേ നാട്ടിൽ സാക്ഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടാട്ടെ, നിങ്ങൾ വ്യത്യസ്തനായിരിക്കണം. സഹോദരി, നീ വ്യത്യസ്തയായിരിക്കണം. സഹോദര, നീ വ്യത്യസ്തനായിരിക്കണം. ദൈവദാസ സ്നേഹത്തോടെ കൊച്ചനുജൻ പറയുകയാണ്. എനിക്ക് 83 വയസ്സേ ആയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, വ്യത്യസ്തനായിരിക്കുക. നിങ്ങളുടെ ജീവിതം കൊണ്ട് വ്യത്യസ്തനായിരിക്കുക. നാട്ടുകാരറിയണം. ഞാൻ താമസിക്കുന്ന 264 ഫ്ലാറ്റുള്ള ഒരു 4 കെട്ടിടത്തിലാണ്. 264, 4 വശത്ത് മുള്ളുവേലിയുണ്ട്. എൻ്റെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ പാസ്റ്റർ ആണെന്ന് അധികം പേർക്കും അറിയത്തില്ല. 2, 3, 4, 5 പേർക്കേ അറിയത്തുള്ളൂ. എൻ്റെ വീടിൻ്റെ വാതിൽക്ക് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ലില്ലി ആൻഡ് PG വർഗീസ്. ആദ്യം ലില്ലിയുടെ പേരാ കൊടുത്തേ. കാരണം അവളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ഇപ്പം ഈ വീട് ചിലരുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് മാത്രം വെച്ചേക്കും. ഞാൻ ഈ ഇടയ്ക്ക് എറണാകുളത്ത് ഒരു കോടീശ്വരനായ ഒരു യാക്കോബക്കാരൻ്റെ വീട്ടിൽ ചെന്നു.
ആദ്യം എഴുതിയിരുന്നത് ഭാര്യയുടെ പേരാ. എനിക്ക് അത്ഭുതം തോന്നി. ബാക്കി എല്ലാവരും അവരുടെ പേര് മാത്രം വെക്കുന്നു. ഭാര്യയുടെ. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ സഹോദര, നിങ്ങളുടെ സ്വത്ത് ആർക്ക് പോകും? പ്രമാണം ഉണ്ടാക്കി വെക്കണം. ദൈവം ഒരു സിഗ്നൽ തരുമ്പോഴേ, എനിക്ക് സിഗ്നൽ തന്നു. ഞാൻ മാർച്ച് മാസത്തിൽ ബോധം കെട്ട് വീണു. ഞാൻ ലില്ലി എൻ്റെ മോനും കൂടെ പ്രസംഗിച്ചിട്ട്, എൻ്റെ മോൻ ലണ്ടനിലെ പാസ്റ്ററാണ്. തിരിച്ച് എയർപോർട്ടിൽ കൂടെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീണു. വീണത് എനിക്ക് അറിയത്തില്ല, പക്ഷെ താഴെ വീണ ശബ്ദം ഞാൻ കേട്ടു 2 സെക്കൻഡ് നേരത്തേക്ക്. ആശുപത്രി ചെന്ന് പരിശോധിച്ചു. എല്ലാ പരിശോധനയും കഴിഞ്ഞു. എൻ്റെ ഹൃദയം ഇച്ചിരി വേഗത്തിൽ തുടിച്ചു പോയതാണ്. എനിക്ക് ദൈവം തന്ന സിഗ്നലായിരുന്നു. എനിക്ക് 83 വയസ്സേ ആയുള്ളൂ. പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു 86 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്ന്. ആ സിഗ്നൽ കിട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞു, പോരാ, എനിക്ക് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. ഒരു മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് 120 വയസ്സാണ്. 70ഓ 80ഓ അല്ല. അത് മോശ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ പ്രാർത്ഥിച്ചതാണ്. അത് മരുഭൂമിയിൽ അത്രയേ ഒക്കത്തുള്ളൂ. 110 വയസ്സുള്ള ഒരാളിനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ താൻ പറഞ്ഞു 70 80. എന്നാൽ ഒരു മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുന്നത് 120. ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറഞ്ഞ കർത്താവേ, 120 കടന്നവരുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? അബ്രഹാം 120 കടന്നു. സാറ, കേട്ടോ സിസ്റ്ററെ, 127 വയസ്സ് വരെ. വേദപുസ്തകത്തിൽ വയസ്സ് പറഞ്ഞിരിക്കുന്ന ഏക സ്ത്രീ സാറ മാത്രം. അവൾ വ്യത്യസ്തയായിരുന്നു. അതുകൊണ്ട് അവളുടെ പേര് മാത്രം പറഞ്ഞു. വേറെ ആരുടെയും പേര് പറഞ്ഞില്ല, അവളുടെ പേര് മാത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇനിയും വ്യത്യസ്തയായിരിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവ് 120 വയസ്സ് വരെ ജീവൻ തന്നാട്ടെ, അത് ബ്രേക്ക് ചെയ്യട്ടെ. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ അവസാനത്തെ ദിവസവും സുവിശേഷം പ്രസംഗിക്കാനുള്ള ഭാഗ്യം തരണം. അത് സൂമിനകത്തായിരിക്കാം, നടന്നു പോയിട്ടായിരിക്കാം. ആരെയെങ്കിലും ഉറപ്പിക്കുവാനും ആരെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുവാനുള്ള കൃപ തരണം. എൻ്റെ ശുശ്രൂഷ അതാണ്, ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇതുവരെ പ്രോത്സാഹനം വന്നിട്ടില്ല കേട്ടോ. വന്നിട്ടുണ്ട്. നിങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, സാരമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദാസനായ നമ്മുടെ ഭക്തി അറിഞ്ഞിരിക്കണം. AK ആന്റണി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ കേന്ദ്രത്തിലെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായിരുന്നു പണ്ട്. പിന്നീട് ഡിഫൻസ് മിനിസ്റ്ററും ആയിരുന്നു. ഭക്ഷ്യമന്ത്രിയായി കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വിളിച്ചു, അപ്പോയിൻമെന്റ് എടുത്തു. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപദേശിയാണെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോയിൻമെന്റ് തരത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ വേറെ ഒന്നാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് അപ്പോയിൻമെന്റ് തന്നത്. ഞാൻ ഒരു വേദപുസ്തകമായിട്ടാണ് പോയത്. 2 വേദപുസ്തകമായിട്ടാണ് പോയത്, ഒരു ഇംഗ്ലീഷും ഒരു മലയാളവും. ഞാൻ അദ്ദേഹത്തിനൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വർഗീസ്, സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ഞാൻ നിരീശ്വരവാദിയല്ല. എൻ്റെ മേശപ്പുറത്ത് നോക്കട്ടെ ഡെയിലി ലൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അധികം പേർക്കും അറിയത്തില്ല. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. ഓരോ ദിവസവും കുറേ വേദവാക്യങ്ങളും മാത്രം. അസാധാരണമായ പുസ്തകമായിരുന്നു. ബില്ലി ഗ്രഹാം അതിൻ്റെ 10,000 കോപ്പി അടിച്ച് വിതരണം ചെയ്തു. പിന്നീട് അദ്ദേഹം നിർത്തി. കാരണം ആളുകൾ വേദപുസ്തകം വായിക്കുന്നതിന് പകരം ഈ പുസ്തകം മാത്രം വായിക്കുന്നതാക്കി. അല്ല, വേദപുസ്തകം വായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരീശ്വരവാദിയല്ല. ഞാൻ നോക്കിയ ഡെയിലി ലൈറ്റ് എൻ്റെ പക്കലുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ വിശ്വാസം പേഴ്സണലാണ്. ഞാൻ പറഞ്ഞു, സാറേ, യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം പേഴ്സണൽ ആയിരുന്നില്ല. യേശു ക്രിസ്തു പരസ്യമായിട്ടായിരുന്നു, നഗ്നനായിട്ടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസവും പരസ്യമായിട്ടായിരിക്കും. എൻ്റെ ഇവിടെ ഉള്ള ഒരാളത്തെ അറിയണം, എൻ്റെ അയലത്തുകാരറിയണം ഞാൻ ഒരു യേശു ഭക്തനാണ്. ഞാൻ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ലില്ലി ആൻഡ് PG വർഗീസ്, യേശു മസീഹ പ്രചാരക്, യേശു ക്രിസ്തുവിനെ പ്രചരണം ചെയ്യുന്ന മനുഷ്യൻ, എഴുതി വെച്ചിരിക്കുകയാണ്. അതായിരുന്നു എൻ്റെ അഡ്രസ്. ഞാൻ സുവിശേഷ വിലക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ് ആയിരുന്നു PG വർഗീസ്, യേശു മസീഹ പ്രചാരക്, കട്ര 182301 വയ ജമ്മു. ഇന്നും എൻ്റെ അഡ്രസ് അതാണ്, യേശു മസീഹ പ്രചാരക്. ഹല്ലേലൂയ. ഞാനീ പറഞ്ഞു നിങ്ങൾ അതുപോലെ എഴുതണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നാട്ടിലൊരു സാക്ഷ്യമായിരിക്കണം. എൻ്റെ കൊച്ചപ്പച്ചന് പെന്തിക്കോസുകാരോട് വലിയ ദേഷ്യമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടും വെച്ച് കൊച്ചപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നു. കൊച്ചപ്പച്ചൻ എന്നെ പുച്ഛിച്ച് സംസാരിച്ചു. ആ കൊച്ചപ്പച്ചൻ 97-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു കേട്ടോ. അത് പറഞ്ഞിട്ട് പുറകോട്ട് പോകാം. പക്ഷെ എന്നെ പുച്ഛമായിരുന്നു. എൻ്റെയൊക്കെ പറഞ്ഞിടാ, മനുഷ്യന് ജീവിക്കാൻ നിവൃത്തിയില്ലാതാവുമ്പം പെന്തിക്കോസിച്ചാരും. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇറങ്ങി തീർന്നതല്ല. എൻ്റെ പപ്പ തോട്ടം സൂപ്രണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ സ്വത്തുണ്ടായിരുന്നു. എനിക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി ഉണ്ടായിരുന്നു. 3 വരക്കാരനായിരുന്നു. ജീവിക്കാനുള്ള ജീവിതകാലം മുഴുവൻ മനുഷ്യൻ തരുന്നത്. ഞാൻ ഗതികേട് കൊണ്ട് പറഞ്ഞ, അത് നിന്റെ കാര്യം, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു ഞാൻ ചെന്നിത്തല ജേക്കബ് സാറിനോട് പോവാ. അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യനും നല്ലവരാ. ചെന്നിത്തലയും കൊല്ലകടവുമായിട്ട് ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചപ്പച്ചൻ അറിയാമായിരുന്നു, അദ്ദേഹം മാന്യനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാന്യരായ വേറെ ഒരാളിനെ കൂടെ അറിയാമല്ലോ. ഞാനും നീയും നിങ്ങളുടെ നാട്ടിലെ വിധവന്മാർ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ നാട്ടിലെ പുരുഷന്മാർ അറിഞ്ഞിരിക്കണം.
നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ നാട്ടിലെ സകലരും അറിഞ്ഞിരിക്കണം. ഇഷ്ടപ്പെടാത്ത ചിലർ കാണും, ആരിസൊക്കെ. പക്ഷെ പൊതുവായിട്ട് നിങ്ങളെപ്പറ്റി അറിയണം. ഈസ് എ ജെന്റിൽമാൻ, ഈസ് എ ഗോഡ്ലി മാൻ. ഇയാളൊരു ദൈവപുരുഷനാണ്, ഇയാളൊരു ദൈവ സ്ത്രീയാണ്. സഹോദരി, നിന്നെപ്പറ്റി, നിന്റെ സ്വഭാവത്തെ കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട് നീ യേശുവിന്റെ ഭക്തയാണെന്ന് അറിഞ്ഞിരിക്കണം. നിന്റെ ദാസൻ യോബ് ഭക്തനായിട്ട് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു പറഞ്ഞു. കടക്കാരിയായി. എന്താ കാര്യം? ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കടമെടുത്തതാണ്. ഞാൻ ഇന്ന് വരെ കടമെടുത്തിട്ടില്ല. രക്ഷിക്കപ്പെട്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി, സ്നേഹത്തിനല്ലാതെ വേറെ ഒന്നിനും കടക്കാരനായിരിക്കാൻ പാടില്ല. ചോദ്യം വരും. പെട്ടെന്നൊരു ആക്സിഡന്റ് വന്നു, കൈ രൂപയില്ല, ആശുപത്രി പോയേക്കത്തുള്ളൂ, കൈ ഒടിഞ്ഞ് എല്ലിങ്ങനെ തെള്ളിയിരിക്കുക, മുഖം ഇങ്ങനെ ഇരിക്കുക. ആശുപത്രി കൊണ്ടുപോകണോ വേണ്ടായോ? വേണം. രൂപയില്ല, അവിടെ വാങ്ങിക്കാമോ? നീ ഒരു വല്ലാത്ത വെട്ടിലാകുന്ന സമയത്ത് കടം വാങ്ങിക്കാം. വേദപുസ്തകത്ത് വാക്യമുണ്ട്, വേണോ വാക്യം? ഒരാളുടെ വീട്ടിൽ അതിഥി വന്നു. അയാൾ ചെന്ന് മറ്റേ അടുത്ത വീട്ടുകാരുടെ പറഞ്ഞു, എനിക്ക് 3 അപ്പം വായ്പയായിട്ട് തരണം, ഒരു വെട്ടിലായ. ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല, തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ മൂത്ത മകൻ 3 പ്രാവശ്യം ബോധം കെട്ട് വീഴുന്നത് ഞാൻ കണ്ട്. എൻ്റെ വീട്ടിൽ ഒരു തരി പഞ്ചസാര ഇല്ലായിരുന്നു. എനിക്ക് ചില മലയാള വാക്കുകൾ വരത്തില്ല കേട്ടോ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ കുത്തിച്ചെലുത്താനും എനിക്ക് ഇഷ്ടമില്ല. തെറ്റാണെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ലൈഫ് കണ്ടിട്ടാണ് വന്നത്. ജീവിതം എന്ന് പറയാൻ വാക്കില്ലയോ? നമുക്ക് വർഷിപ്പ് ചെയ്യാം, ആരാധന എന്ന് പറയാൻ വാക്കില്ല. എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് വാക്ക് കുത്തിച്ചെലുത്തുന്നത്? ഇംഗ്ലീഷുകാർ മലയാളം കുത്തിച്ചെലുത്തുമോ? തമിഴര് മലയാളമോ ഇംഗ്ലീഷോ കുത്തിച്ചെലുത്തുമോ? ഇല്ല. നമ്മളെന്തിനാ കുത്തിച്ചെലുത്തുന്നത്? അതുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാം, അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇംഗ്ലീഷ് എപ്പോഴും കൈകാര്യം ചെയ്യുന്നവർക്കും പറയാം. പക്ഷെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹിന്ദി പ്രസംഗിക്കുമ്പോൾ ഹിന്ദിയിൽ പ്രസംഗിക്കുക, വാക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ കടം വാങ്ങിക്കാൻ പാടില്ല. ഞാൻ വേദപുസ്തകത്തിനകത്ത് കണ്ട്, സ്നേഹത്തിലല്ലാതെ കടക്കാരനായിരിക്കാൻ പാടില്ല. ഇന്ന് വരെ വാങ്ങിച്ചില്ല. എൻ്റെ മോൻ ബോധം കെട്ട് വീഴുന്ന ഞാൻ 3 പ്രാവശ്യം കണ്ടു. എൻ്റെ ഭാര്യ കീറിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് റോഡിലൂടെ നടക്കുന്നതും, കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുക. മടി കൊച്ചിനെ ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പം കുഞ്ഞ് താഴോട്ട് പോയപ്പം കൊച്ചിനെ മേളിലോട്ട് പൊക്കിയപ്പോൾ കീറിയ ബ്ലൗസിനകത്തൂടെ അടിവസ്ത്രം കണ്ടു. ഞാനൊരു മനുഷ്യൻ്റെ ഒക്കെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കടക്കാരൻ്റെ കൽ, ഒരു ചെറുപ്പക്കാരൻ്റെ കൽ. അന്നേരം അയാളെൻ്റെ ഒക്കെ പറഞ്ഞാണ്, അതിൻ്റെ ഭാര്യ പോകുന്നു റോഡിൽ കൂടെ. വലിയ ഇടവും വലവും നോക്കത്തില്ല. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ഈ യേശുവിനെ പ്രസംഗിക്കാൻ വരുന്നവരോട് ഭാര്യയെ കൊടുത്തിട്ട് ആളുകളെ, യുവാക്കളെ അട്രാക്ട് ചെയ്യുന്നു. അവിടെ വലിയ ഇടവും വലവും നോക്കാതെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാം. അപ്പൊ കൊച്ചിനെ ഇങ്ങനെ പൊക്കി. അന്നേരം ഖേം, അവൻ്റെ പേര് ഖേം എന്നാണ്. ഖേം കണ്ടു, അപ്പുറത്തിരിക്കുന്ന ഒരുത്തനെ കൂടെ കണ്ടു. അവർ കണ്ണു കാണിച്ചു, കണ്ടോ ബ്ലൗസ് കാണിക്കുവാണെന്ന് അവർ വിചാരിച്ചു. ഒരു ബ്ലൗസ് വാങ്ങിച്ചു കൊടുക്കാൻ ഈ തോട്ടം സൂപ്രണ്ടിന്റെ മകന്, പട്ടാളത്തിലെ സാർജന്റ് ക്ലർക്കായിരുന്ന PG വർഗീസിന് കഴിവില്ലാതായി പോയി. എനിക്കറിയാം ദാരിദ്ര്യം എന്താണെന്ന്, എനിക്കറിയാം പ്രയാസം എന്താണെന്ന്, എനിക്കറിയാം ചൂട് എന്താണെന്ന്. 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫാൻ കിട്ടിയത്. എനിക്കറിയാം നടക്കുന്നതിൻ്റെ പ്രയാസം എന്താണെന്ന്. സഹോദരി, എനിക്കറിയാം നിന്റെ പ്രയാസം. വണ്ടിക്കൂലിയില്ലാതെ നടന്നു വന്നേക്കാം, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാതെ. ഞാനിതെല്ലാം അനുഭവിച്ചവരാണ്. നിങ്ങളുടെ വേദനയിൽ എനിക്ക് പങ്കുണ്ട്. കരയാനും പ്രാർത്ഥിക്കുവാനുമേ എനിക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ. പക്ഷെ എന്നെക്കൊണ്ട് എല്ലാവരെയും സഹായിക്കാനൊക്കെ ഇല്ല. സഹായിക്കാൻ കഴിവുള്ളപ്പോൾ ചിലരെ, ഇന്നലെയും ഒരു കൊച്ചിന് രൂപ അയച്ചു കൊടുത്തു. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയാണോ? I'm not trying to put myself on a pedestal and tell that I'm holier than you. No, no, no. പക്ഷെ പറയുകയാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് ചെയ്യണം. അനാഥരുടെയും വിധവമാരുടെയും ദൈവം. എൻ്റെ മക്കളെ ഒരു കടം വാങ്ങിച്ചതാ. എന്താ കടം വാങ്ങിച്ചത്? അവർക്ക് കടം വാങ്ങിച്ച ഒരു വിശ്വാസി കടം വാങ്ങിക്കരുത്. അത്യാവശ്യത്തിന് കടം വാങ്ങിക്കാം, അല്ലേ? ചിലർക്ക് കടം, ഇനി ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഒരാൾക്ക് 75,000 രൂപ കടമുണ്ടെന്ന് വിചാരിച്ചു. ഒരാൾക്ക് കനിവ് തോന്നിയിട്ട് ആ 75,000 രൂപ കൊടുത്ത് കടം അങ്ങ് വീട്ടി. ഞാൻ എഴുതി തരാം. 3 മാസത്തിനകത്ത് അയാൾ വീണ്ടും കടക്കാരനാവും. എന്താ കാര്യം? കടമയുടെ ടെൻഡൻസിയായി.
എന്ന് സൈക്കോളജിസ്റ്റുമാർ പറയും. ഞാൻ പറയും കടത്തിന്റെ ദുഷ്ടാത്മാവയുടെ വീട്ടിലുണ്ട്. രണ്ടാമതായ കടമൊന്ന് തീർത്തു നോക്കിയാട്ടെ, പിന്നെ അടുത്ത 2 മാസത്തിനകത്ത് ആൾ വീണ്ടും കടക്കാരനാവും. കാരണം കടത്തിന്റെ ദുഷ്ടാത്മാവ് നിന്റെ വീട്ടിലുണ്ട്. ഞാൻ ഈ പറയുന്നത് കേട്ടാട്ടെ സഹോദരി, ദൈവദാസന്മാരും കേട്ടാട്ടെ. നിങ്ങൾ കടത്തിന് അടിമയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കടത്തിന്റെ ഒരു ദുഷ്ടാത്മാവുണ്ട്. അതിനെ അടിച്ചിറക്കി വിട്ടാൽ വിടത്തില്ല. വേദപുസ്തകം പറയുന്നു, ആ ആത്മാവ് ആയുധപാണിയായിട്ട് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുക. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ അതിനെ ഫലസിച്ചിട്ട് ഇനി മേലെ കടം വാങ്ങിക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കണം. ആ കടത്തിന്റെ ദുഷ്ടാത്മാവിനെ ഫലസിച്ച് ഇറക്കി വിട്ടിട്ട് എവിടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കടം വാങ്ങിച്ചതാണ്. എന്താ കാര്യം? സദൃശവാക്യം 30:15 ഇങ്ങനെ പറയുന്നുണ്ട്, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് കരയുന്ന 2 പുത്രിമാരുണ്ട്. കന്നട്ട, നിങ്ങൾ കന്നട്ട കണ്ടു കാണത്തില്ല, ചിലരൊക്കെ കണ്ടു കാണും, ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ കണ്ടു കാണാം. ഞാൻ ഗ്രാമത്തിലാണ് ജനിച്ചത്. ഞാൻ കന്നട്ടയെ കണ്ടിട്ടുണ്ട്. ആസാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വയലിലല്ല എല്ലായിടത്തും ചോദിക്കും. ഞങ്ങളുടെ നാട്ടിൽ വയലിലാണ്. എന്നാൽ ആസാമിൽ ചെന്ന് കഴിഞ്ഞാൽ വയലല്ല, ഈർപ്പമുള്ള സ്ഥലത്തെല്ലാം കന്നട്ടയുണ്ട്. ഈ കന്നട്ട കയറി പിടിച്ചിട്ട് എന്താ പറയും? ചോര തരിക. ഇവിടെയും കന്നട്ടയ്ക്ക് തരിക എന്ന് പറയുന്ന 2 പുത്രിമാരുണ്ട്. ഏത്? ഇടത്ത് കണ്ണും വലത്ത് കണ്ണും. നല്ല സാരി കാണുമ്പോൾ അച്ചായ എനിക്ക് ആ സാരി വാങ്ങിച്ചു തോ. നമ്മുടെ പൈസ ഇല്ല. അച്ചായ എഴുതിയിരിക്കുന്നുണ്ടോ EMI ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ മാസം തോറും കുറേശ്ശെ രൂപ കൊടുത്താൽ മതി. ഇപ്പൊ 12,000 രൂപ അല്ല ഉള്ളു വില. 1000 രൂപ. അക്ഷയ ആണ്ട് പുതിയ ഫ്രിഡ്ജ് വന്നു. നമ്മുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അത് പഴയതായി. കാണുന്നവരൊക്കെ ചോദിക്കുക, ഇത് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ദാനം തന്നോ? ആണ്ട് നമ്മുടെ ചേട്ടത്തിയൊക്കെ വാങ്ങിച്ചില്ലയോ? അപ്പുറത്തെ വീട്ടുകാരി വാങ്ങിച്ചില്ലയോ? ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ശ്രമിക്കരുത്. ഒപ്പത്തിനൊപ്പം പാവപ്പെട്ടവരാ, പറഞ്ഞോട്ടെ, ആളുകൾ പറഞ്ഞോട്ടെ, അതിനെന്താ? എന്നാലും ഞാൻ കടം വാങ്ങിക്കാത്ത വ്യക്തിയാണ്. ദൈവത്തിന്റെ കരുണയാൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് കാണുന്നതെല്ലാം കടം വാങ്ങിക്കണം. തരിക തരിക. മക്കളുടെ അടുക്കലും പറയണം തരിക തരിക എന്ന് പറയരുത്. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു, ദാരിദ്ര്യത്തിലേതായിരിക്കും പഠിപ്പിച്ചു, എല്ലാം ഉള്ളപ്പോഴും പഠിപ്പിച്ചു. എൻ്റെ മൂത്ത മോൻ ഒരു ദിവസം പിക്നിക്കിന് പോകണമായിരുന്നു. അവിടുന്ന് ഓർഡർ വന്നു 50 രൂപ ആയിട്ട് എല്ലാവരും വരണം. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 50 ആയിരിക്കാം, 20 ആയിരിക്കാം, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ 20 ആയിരിക്കാൻ ന്യായമുണ്ട്. അന്നത്തെ കാലത്ത് അവൻ പോയി, അവൻ തിരിച്ചു വന്ന് വെച്ച് 2 രൂപ എടുത്ത് വെച്ച് ബാക്കിയെല്ലാം തന്നു. മോനെ എന്താ ബാക്കി എടുക്കാൻ? ഓ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് എൻ്റെ കൊച്ചുമക്കളെയൊക്കെ പറഞ്ഞു, എൻ്റെ കൊച്ചുമക്കൾ ഈ ഇടയ്ക്ക് അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഓരോ ജീൻസ് ഉടുപ്പ് തയ്പ്പിച്ചു തരാം. ജീൻസിൻ്റെ തുണി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ഉടുപ്പ് തയ്പ്പിച്ചു തരാം. തണുപ്പ് വരികയാണ്, ഒരു ജാക്കറ്റ് തയ്പ്പിച്ചു തരാം. ഉടനെ മൂത്തവൻ പറയുകയാണ്, ചില പ്രായമുള്ളവന്, അവൻ പറയാം, ഡാഡി വേണ്ട, നമുക്ക് പാവപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. നിങ്ങളുടെ ജീവിതശൈലിയുണ്ട്. നിങ്ങളുടെ കരയുന്ന പുത്രിമാർ തരിക തരിക. ഇപ്പൊ കടത്തിലായി. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, സഹോദരന്മാർ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ കടത്തിലായിരിക്കണം. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം 24-ാം തീയതി വിൽപത്രം ഉണ്ടാക്കി. എനിക്ക് ഈ ബോധക്കേട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കൂടെ 5 പേരുണ്ട്. അവരിങ്ങനെ സൂമിനകത്ത് സംസാരിക്കും. മാസത്തിലൊരിക്കൽ 2-3 മണിക്കൂർ ഇരുന്ന് വർത്താനം പറയും. എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. 2-3 മണിക്കൂർ വർത്താനം പറയും. സെക്കൻഡ് സാറ്റർഡേ 2 മാസത്തിലൊരിക്കൽ അവരിന്ന് സംസാരിച്ച് പറഞ്ഞു, ഡാഡി ബോധം കെട്ട് വീണു, എന്തെങ്കിലും കുഴപ്പം കാണും. അപ്പൊ എൻ്റെ ലണ്ടനിലുള്ള മോനും ഉണ്ടായിരുന്നു. വീണു, 2 മിനിറ്റത്തേക്കുള്ളൂ, താഴെ വീണു. അപ്പൊ ആ കാര്യം കണ്ടുപിടിച്ചു. എൻ്റെ ഹൃദയം ഇച്ചിരി വേഗത്തിൽ തുടിച്ചതാണ്. അപ്പൊ പറഞ്ഞ്, ഏതാണ്ട് കാര്യമുണ്ട്, ഡാഡിയുടെ ആരാണ്ട് രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി കാണും, അല്ലെങ്കിൽ ഡാഡി ആർക്കെങ്കിലും രൂപ കൊടുക്കാറുണ്ടായിരിക്കും. ഡാഡിയുടെ ആണെങ്കിൽ ഡാഡി അങ്ങ് ക്ഷമിക്കും. പക്ഷെ സംഘടനയിൽ നിന്ന് രൂപ വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിലോ? അവനിവിടെ വന്ന ഫൈനാൻസ് ഓഫീസറാണ്. അവനിവിടെ വന്ന് കഴിക്കും വെച്ച് പറഞ്ഞു, ഡാഡിയുടെ കണക്കൊക്കെ നോക്കാനായിട്ട് വന്ന് കണക്ക് ശരിയാക്കാൻ വന്നിരിക്കാം. വളരെ മയത്തി പറഞ്ഞു. ശരി, എൻ്റെ പാസ്ബുക്കും എൻ്റെ അക്കൗണ്ട് ബുക്കും എല്ലാം ഓഫീസിലാണ്. എൻ്റെ ഒന്നുമില്ല, എനിക്ക് രഹസ്യമായിട്ട് യാതൊന്നുമില്ല. സത്യം പറയാണ്, എനിക്ക് രഹസ്യമായിട്ട് യാതൊന്നുമില്ല, എല്ലാം ഓഫീസിലാണ്. എൻ്റെ ഭാര്യയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഭാര്യയുടെ ബഹുമാനമുള്ളത്, വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവളെടുത്ത് അവിടെ വീട്ടിൽ കൊടുക്കത്തില്ല. നിങ്ങളുടെ വീട്ടുകാരി ആയിരിക്കും. ചിലരും അങ്ങനെയല്ല, കുറച്ച് ആങ്ങളയ്ക്ക് കൊടുക്കും, ആരും അറിയാതെ. ഭർത്താവിൻ്റെ പൈസ. തെറ്റ്. അവൻ വന്ന് കണക്ക് നോക്കി. എൻ്റെ ബുക്കെല്ലാം ഞാൻ വരുത്തി, ഓഫീസിൽ നിന്ന് വരുത്തി, ചെക്ക് ബുക്ക് വരുത്തി, പാസ്ബുക്ക് വരുത്തി, എൻ്റെ കംപ്ലീറ്റ് പേപ്പർ എല്ലാം അവിടെയാണ്. എന്നൊക്കെ ചോദിച്ചു, ഡാഡിക്ക് എവിടെയെങ്കിലും ഭൂമിയുണ്ടോ? ഇല്ല. ഡാഡിക്ക് വീടുണ്ടോ? ഇല്ല. ഞാൻ താമസിക്കുന്നത് സംഘടനയുടെ വീടാണ്, ഫ്ലാറ്റാണ്.
ഡാഡിക്ക് വണ്ടിയുണ്ടോ? ഇല്ല. മോട്ടോർ സൈക്കിൾ ഉണ്ടോ? ഇല്ല. സൈക്കിൾ ഉണ്ടോ? ഇല്ല. കമ്പനിയിൽ എവിടെയെങ്കിലും ഷെയർ ഉണ്ടോ? ഇല്ല. സ്വർണം വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ല. ഡാഡി ആർക്കെങ്കിലും രൂപ കൊടുക്കാറുണ്ടോ? ഇല്ല. ഡാഡിക്ക് ആരെങ്കിലും രൂപ? ഉണ്ട്. താഴത്തെ കടക്കാരന് 1.5 രൂപ തരാനുണ്ട്, ഞാൻ ഇന്ന് പാല് വാങ്ങിച്ചതിന്റെ ബാക്കി. ചിരിച്ചു. വേറെ ആർക്കും ഇല്ല, കൊടുക്കണമെന്നില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അത് 11 വർഷത്തിനും 9 വർഷത്തിനു മുമ്പ് തുടങ്ങിയാണ്. അതിനൊരു കാരണമുണ്ട്, അത് പറയുന്നില്ല. പറഞ്ഞു, ഇതെവിടെയെങ്കിലും വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, മതി, ഇനി മക്കൾ വഴക്കുണ്ടാക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, കോർട്ടിൽ പോയാൽ ആരെങ്കിലും, എൻ്റെ കൊച്ചുമക്കള് ആരെങ്കിലും ഒരാള് കോർട്ടിൽ പോയാൽ, അല്ലെങ്കിൽ അവരുടെ മക്കൾ കോർട്ടിൽ പോയാൽ നാളെ കേസുമായിട്ട് നടക്കാൻ പാടില്ല. എൻ്റെ മക്കൾ തമ്മിൽ കലഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കച്ചേരിയിൽ പോയിട്ട് വക്കീലിനെ കൊണ്ട്, എൻ്റെ മകൻ എന്നെ സഹായിച്ചു. ആ മകൻ അവർ പറഞ്ഞതുപോലെ എഴുതി കൊടുത്തു. എൻ്റെ ഈ 2 അക്കൗണ്ടിൽ, ഒന്ന് എൻ്റേതും ലില്ലിയുടേതും, 2 ലില്ലിയുടേതും എൻ്റേതും, ഈ അക്കൗണ്ടിനകത്ത് അല്ലാതെ വേറെ എവിടെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ, ഭൂമി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ എന്നെങ്കിലും ആരെങ്കിലും എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സംഘടനയ്ക്ക് പോകും. പക്ഷെ ഇത് എൻ്റെ മക്കൾക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ഈ ലണ്ടനിലെ മോൻ പറഞ്ഞു, അവർ വേണം. അവൻ പറഞ്ഞു, 2 രൂപയുള്ളതിലും എനിക്ക് വേണം, എൻ്റെ അപ്പൻ തന്നതാണെന്ന് പറയണം. നല്ല കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആർക്കും കൊടുക്കുന്നില്ല, മക്കൾക്ക് കൊടുക്കുന്നില്ല. എല്ലാം കൂടെ എൻ്റെ 9 കൊച്ചുമക്കൾക്ക് എഴുതി വെച്ചു. ഞാൻ പറഞ്ഞു, ഈ 2 സ്വത്തല്ലാതെ വേറെ എനിക്ക് സ്വത്തില്ല, വിൽപത്രം ഉണ്ടാക്കി വെക്കും. പ്രായമുള്ളവർക്കൊരു ഉപദേശം തരികയാണ്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും കോർട്ടിൽ കയറാതെ ഇരിക്കത്തക്കവണ്ണം മരണത്തിന്റെ ഒരു സിഗ്നൽ കിട്ടി. ദൈവം എനിക്ക് തന്ന ഒരു സിഗ്നൽ ആയിരിക്കണം. എനിക്കൊരസുഖവും ഇല്ല കേട്ടോ, ഒരസുഖവും ഇല്ല. വിൽപത്രം ഉണ്ടാക്കി വെക്കണം. അവർ കോർട്ടിൽ പോകാത്ത വിധത്തിൽ നല്ല വക്കീലിനെ കൊണ്ട് ഉണ്ടാക്കി വെക്കണം. അവർ കടം വാങ്ങിച്ചു, അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എന്താ കാര്യം? അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ കാണിച്ച അബദ്ധം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണിക്കുന്ന അബദ്ധം. നിങ്ങളുടെ പ്രമാണം എടുത്ത് ഒരാൾക്ക് പലിശ എടുക്കാനായിട്ട് കൊടുത്തു. നിങ്ങളുടെ പ്രമാണം വേറൊരാൾക്ക് കൊടുത്തു. നിങ്ങൾ ആർക്കെങ്കിലും രൂപ കടം കൊടുത്തതിന് റെക്കോർഡില്ല. ഒരു സഹോദരൻ ജോലി രാജിവെച്ച് വെച്ച് കിട്ടിയ രൂപയല്ല അടുത്ത ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി. നിനക്ക് ആവശ്യമുള്ളപ്പോൾ തരാ, എനിക്കൊരു 3-6 മാസത്തേക്ക് താ. അതിനിടയ്ക്ക് അയാളൊക്കെ മരിച്ചുപോയി. വീട്ടുകാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാറുന്നില്ല. തിരിച്ചു കൊടുത്തുകയാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ രേഖയില്ല. വചനം മുഴുവൻ തീർക്കാൻ വേണം. രേഖ ഉണ്ടായിരിക്കണം. ചേട്ടനാണെങ്കിലും രേഖയുണ്ട്, അല്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. അതല്ലെങ്കിൽ രേഖ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കളെ കോർട്ടിൽ കയറ്റരുത്. അതുകൊണ്ട് അടിമകളാക്കാൻ വന്നിരിക്കുന്നവർ അടിമയായിട്ട് ജീവിക്കരുത്. കോർട്ട് കേസിൽ അടിമയായിട്ട് ജീവിക്കരുത്. ഇടയ്ക്ക് ഒരു മനുഷ്യൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു. പറഞ്ഞു, എൻ്റെ അപ്പൻ തന്ന 7 ഏക്കർ ഭൂമിയുണ്ട്, ഞങ്ങൾ 4 ആൺമക്കളാണ്. അപ്പൻ വീതം വെക്കുന്നു. അപ്പൻ ഇപ്പോഴും ജീവനമുണ്ട്, വീതം വെക്കുന്നില്ല. പറയാ, ഞാൻ ചത്ത് കഴിയുമ്പോൾ നിങ്ങൾ കിടന്ന് അടിച്ചു. എൻ്റെ ദൈവമേ, ഈ സുറിയാനി ക്രിസ്ത്യാനിയോട് ക്ഷമിക്കണമേ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ അടിമകളാകാതിരിക്കാൻ, ഏതിൻ്റെ? കോർട്ട് കേസിൻ്റെ, പിശാചിൻ്റെ അടിമകളാകാതിരിക്കാൻ, പിശാചിൻ്റെ അടിമയാകാതിരിക്കാൻ അവരെ വചനം പഠിപ്പിക്കണം. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് അക്രൈസ്തവരെ കല്യാണം കഴിക്കരുതെന്നുള്ള ഉപദേശം അറിയാം? എവിടെ എഴുതിയിരിക്കുന്നത്? ഉപദേശം കൊടുത്താൽ പോരാ, വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കണം. വേദപുസ്തകത്തിലെ വാക്യം കാണിക്കണം. അവർ കാണണം, പഠിപ്പിക്കണം. അവർ അടിമകളായിരുന്നു, പിശാചിന് അടിമകളായി തീരരുത്. എലീശാവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് ഈ വിധവ പറഞ്ഞു. അവൾ പറഞ്ഞു, ഇതിനകത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ ചോദിക്കാം, ഞാൻ നിനക്ക്, ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം പറക. എന്ത് വേണം? പറയണം. പ്രശ്നം പറഞ്ഞു പോരാ, പരിഹാരം എന്തു വേണം? പരിഹാരം കൂടെ പറയണം. ദൈവത്തോട് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു. എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ അടുക്കൽ വന്നും വെച്ച് പറഞ്ഞു, ഫോണിലാണോ? ഞാൻ വൈകുന്നേരം ഫോൺ എടുക്കും, 6 മുതൽ 8 വരെ ഫോൺ എടുക്കും. എന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതി വെച്ചാട്ടെ. 01244065716. ഞാൻ നിങ്ങളോട് രൂപ ചോദിക്കത്തില്ല. ഇല്ല. ഞാൻ നിങ്ങളോട് സഭ മാറാൻ പറയത്തില്ല. ഉപദേശം പറഞ്ഞെന്ന് വരും.
പക്ഷെ സഭ മാറാൻ പറയത്തില്ല. രൂപ ഉണ്ടാക്കാനല്ലേ, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള നമ്പരാണ്. ഒരിക്കലും രൂപ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരാളിനോട് രൂപ ചോദിച്ചിട്ടില്ല. രൂപ തരാമെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് വിടുന്ന അല്ലാതെ ചോദിക്കത്തില്ല. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച ഒരാൾ പ്രാർത്ഥിച്ചോ പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഞാൻ ചോദിച്ചു, ആൺകൊച്ചു വേണോ പെൺകൊച്ചു വേണോ? അയ്യോ ദൈവം, നല്ലവനായ ദൈവം എന്തോ തന്നാലും ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ പറഞ്ഞു, നേരാണ്, നേരാ പറഞ്ഞു, വാക്ക് പറയരുത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുക, കർത്താവ് ഈ സഹോദരിക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ കൊടുക്കണം. അയ്യോ വേണ്ട, പിന്നെ എന്തോ വേണം പറയണം, വ്യക്തമായിട്ട് പറയണം. ആണ് വേണോ പെണ്ണ് വേണോ? ദൈവം നീ ആണിനെ ചോദിച്ചിട്ട് പെണ്ണാ തന്നെങ്കിലും സ്തോത്രം പറയണം, അത് വേറൊരു കാര്യം. പക്ഷെ ചോദിക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, വ്യക്തമായിട്ട് കേട്ടാട്ടെ, പല പ്രാവശ്യം കേട്ടാട്ടെ. നീ ചോദിക്കുന്ന വൃത്തം ചെറുതായി പോകരുത്. തരുന്നവൻ വലിയവനാകിയാൽ വലിയ വൃത്തം ചോദിക്കണം. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വലിയ വൃത്തം ചോദിക്കുക. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. അതിന്റെ കൂട്ടത്തിൽ വരുന്ന പറക എന്നുള്ളത് കേട്ടോ, പറയണം. ഞാൻ എബ്രായ ഭാഷയിലൊക്കെ നോക്കി, എബ്രായ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനകത്തെങ്ങും കുത്തും കോമായി ഒന്നുമില്ല. നിനക്ക് ഞാൻ എന്തു ചെയ്യണം പറക. രണ്ടാമത്തെ ചോദ്യം, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? ഉപദേശി, ഞാൻ പ്രയാസമായിട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളതാണോ ചോദിക്കുന്നത്? അതെ. നീ വിത്ത് വിതയ്ക്കാതെ നിനക്ക് എങ്ങനെ കിട്ടും? ചോദ്യം ചോദിക്കാൻ പോകും. സഹോദരിമാർ പിണങ്ങരുത്, പാസ്റ്റർമാർ പിണങ്ങരുത്, ദൈവാശ്രമാർ പിണങ്ങരുത്. സഹോദരൻ എന്നുള്ള നിലയിൽ ഉപദേശിക്കാൻ എനിക്ക് അനുവാദം തന്നാട്ടെ. നിങ്ങൾ ദശാംശം കണക്ക് നോക്കി കൊടുക്കാറുണ്ടോ? ഞാൻ മലേഷ്യയിലെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2000 ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വീട്ടിൽ താമസിക്കണം. ബൈബിൾ സ്കൂളിലെ പഠിത്തം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ ക്യാമ്പസിനകത്താണ് താമസിക്കുന്നത്. റോയൽ ട്രീറ്റ്മെന്റ് ആണ്, റോയൽ ട്രീറ്റ്മെന്റ്. അത് കഴിയുമ്പോൾ ഞാൻ പലയിടത്തായിട്ട് പ്രസംഗിക്കാനായിട്ട് പോകും. അങ്ങനെ താമസിക്കുന്ന ഒരു വീട്ടിലെ സ്ത്രീ, അവൾക്ക് 10-16 വയസ്സുള്ള കാലം മുതൽ എനിക്കറിയാം. എന്നെ ആ വീട്ടുകാരെല്ലാം അമ്മാച്ചനായിട്ടാണ് കണക്കാക്കുന്നത്. സകലരും മാവലിക്കരക്കാരാണ്, ഞാനും മാവലിക്കരക്കാരനാണ്. ആ സ്ത്രീ പറഞ്ഞു, അങ്കിളെ ഇന്ന് തിങ്കളാഴ്ചയില്ലയോ, ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, തിങ്കളാഴ്ച സാധാരണ ഉപദേശമാർക്ക് മീറ്റിംഗ് കാണത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ജോൺ ഹഗ്ഗായി പ്രസംഗിക്കുന്നുണ്ട്, പോന്നു. അയ്യോ, ഞാൻ പറഞ്ഞു, അദ്ദേഹം മഹാനല്ലയോ? നിങ്ങൾ ഹഗ്ഗായി ഇൻസ്റ്റിറ്റ്യൂട്ടെ പറ്റി കേട്ട് കാണും അല്ലേ? അയ്യോ, അദ്ദേഹം വലിയ ആളാണ്, അദ്ദേഹത്തിന് അത് കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല പ്രസംഗം കേൾക്കാനായിട്ട് മക്കളെ. ഞാൻ അവിടെ പോയി, ഹാള് നിറഞ്ഞിരുന്നു. മലേഷ്യയിലെ കൊലാലംപൂരില് അദ്ദേഹം പ്രസംഗിക്കാൻ നിന്നിട്ട് പറഞ്ഞു, അമേരിക്കയിൽ ദശാംശം കൊടുക്കാത്ത ലിസ്റ്റിൽ ആദ്യം ഡോക്ടർമാരാണ്. എനിക്ക് ഇന്ത്യയിലെ കണക്ക് അറിഞ്ഞൂടാ, ഇന്ത്യയിൽ നമ്മളൊന്നും റിസർച്ച് ചെയ്യത്തില്ലല്ലോ, ഒന്നും റിസർച്ച് ചെയ്യത്തില്ല, സഭയും ചെയ്യത്തില്ല, സഭയിൽ വെളിയുള്ളവരും ചെയ്യത്തില്ല. പറഞ്ഞു, ദശാംശം കൊടുക്കാത്തതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നതിൽ ഡോക്ടറാണ്, രണ്ടാമത് പാസ്റ്റർമാരാണ്. പാസ്റ്റർമാരുടെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്, സഹോദരിമാരുടെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്, സഹോദരന്മാരുടെയൊക്കെ ചോദിക്കുകയാണ്, ദശാംശം കണക്ക് നോക്കി. നീ വെത്ത് വിതയ്ക്കാതെ ഞാൻ 5% കൊടുക്കുന്നു, ആ ദൈവവും നീ വല്ലോ ഒക്കെ നിനക്ക് തരും. നീ വിതയ്ക്കാതെ കണക്ക് നോക്കി വ്യവസ്ഥ പ്രകാരം വിതയ്ക്കാതെ ദൈവം നിനക്ക് എങ്ങനെ തരും? നീ കോടീശ്വരനായാലും സഹോദര ദശാംശം കൊടുക്കണം, കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് സഭയിൽ പോകാൻ തുടങ്ങിയത് ഒരു CSIയിലെ വിശ്വാസിയുടെ സഭയിലാണ്. അവിടെ ആ ഒരു സഭയേ ഉള്ളൂ കാശ്മീരിൽ, വേറെ സഭയില്ല. അദ്ദേഹം പാസ്റ്ററല്ല, CSI സഭ അദ്ദേഹത്തിന് ഓർഡിനേഷൻ പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം ആത്മഭാരം കൊണ്ട് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടി കളഞ്ഞപ്പോൾ അത് കളഞ്ഞും വെച്ച് ഇന്നേക്ക് 65 വർഷം മുമ്പ്, 65 വർഷം മുമ്പ് അദ്ദേഹം കാശ്മീരിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ മുറിയിലോട്ട് വിളിച്ചുകൊണ്ട് പോയി, സിറ്റിംഗ് റൂമിലോട്ട്. അദ്ദേഹം എനിക്ക് ഉപദേശം തന്നു, വർഗീഷെ 5 ഉപദേശം, 1 2 3 4 5 ദശാംശം കണക്ക് നോക്കി കൊടുക്കണം. അടിവരയിടാൻ പറഞ്ഞു, കണക്ക് നോക്കി കൊടുക്കണം. ഞാൻ അന്ന് തീരുമാനമെടുത്തു. വേറെ ഒരു കാര്യം കൂടെ ഉണ്ടായി, ഞാൻ ദശാംശം ഇച്ചിരി കൂടുതൽ കൊടുക്കും. പഴയ നിയമത്തിൽ ദശാംശം 10-1, പുതിയ നിയമത്തിൽ 10-1 കവിഞ്ഞിരിക്കണം. നാം കൃപായുഗത്തിലാണ്, കവിഞ്ഞിരിക്കണം. പാസ്റ്റർമാരെ കൊടുക്കുന്നുണ്ടോ? ഞാൻ കൊടുക്കാൻ തുടങ്ങി, അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങി, ഇന്നും കൊടുക്കും. 11% കൊടുത്തു, 12 13 ഇച്ചിരി കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. എൻ്റെ മക്കൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്, കഴിയുമെങ്കിൽ 20% കൊടുക്കണം, 11% കുറഞ്ഞത് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ 20% കൊടുക്കണം. പോട്ടെ, 20% ചില കൂടുതലാണ്, ചിലപ്പോൾ ഒത്തില്ലെന്ന് വരും, നല്ലതാണ്. പക്ഷെ ചിലപ്പം കൊടുക്കാൻ ഒത്തില്ലെന്ന് വരും.
അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയാണ്, നിങ്ങളുടെ തീരുമാനം, സഹോദരിമാരെ കേട്ടോ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയണമെങ്കിൽ, നിങ്ങൾക്ക് 30, 60, 100% കൊയ്യണമെങ്കിൽ, നിങ്ങൾ ദശാംശം കണക്ക് നോക്കി കൊടുക്കണം. കണക്ക് നോക്കി കൊടുക്കണം. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവൾ കൊടുത്തത് ഏറ്റവും നല്ലതായിരുന്നു. അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ, ഭരണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് വലിയ ഭരണിയാണെന്ന്. എണ്ണ വെക്കുന്ന പാത്രത്തിന് ഭരണി എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചായിരിക്കാം, 1 ലിറ്റർ ആയിരിക്കാം, 2 ലിറ്റർ ആയിരിക്കാം, അതിൽ കൂടുതൽ ആകത്തില്ല. അതിനകത്ത് കുറച്ച് എണ്ണയുള്ളൂ. ഞാനൊന്ന് പോയിക്കട്ടെ, ഒരു ഭരണി എണ്ണയല്ലാതെ ആ ഭരണി നിറച്ചുണ്ടെന്നില്ല. ഞാൻ വേദപണ്ഡിതന്മാരുടെ നോട്ടൊക്കെ വായിച്ചു. അതിനകത്ത് കുറച്ച് എണ്ണ കാണും. പോട്ടെ, 1 ലിറ്റർ എണ്ണയുണ്ടെന്ന് വിചാരിച്ചു. അവൾ കൊടുത്തത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അന്നത്തെ കാലത്ത് എണ്ണയാണ് വിൽപ്പനയുള്ളത്, ക്രയവിക്രയത്തിന്. അന്ന് പൈസ ഇല്ല. സ്വർണ്ണമുള്ളവരുണ്ട്, വെള്ളിയുള്ളവരുണ്ട്, ഇതൊന്നും ഇല്ലാത്തവർ എണ്ണയാണ് കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ കൊച്ചുനാളിൽ പോലും ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് വരികയാണ്, വനപ്രദേശത്തുനിന്ന് വരികയാണ്. എൻ്റെ നാട്ടുകാരും ലൈനിൽ കാണത്തില്ല. എൻ്റെ നാടിൻ്റെ പേര് പാണയം എന്നാണ്, നിങ്ങൾ കേട്ടുപോലും കാണത്തില്ല. പുനലൂരിനപ്പുറത്ത്, അഞ്ചലിനപ്പുറത്ത്, ഏരൂരിനപ്പുറത്ത്, കോയിക്കലിനപ്പുറത്ത് പാണയം. ലോകം അവിടെ അവസാനിക്കുകയാണ്. എൻ്റെ പപ്പായുടെ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പോഴും വനമാണ്. അവിടെ ഒരു കടയുണ്ടായിരുന്നു, വൈകുന്നേരമേ തുറക്കത്തുള്ളൂ. ആ കടയിൽ പലരും കൊണ്ട് നെല്ല് കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. നെല്ല് കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. വാഴക്കൊല കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. ഇന്ന് 80 വർഷത്തിന് മുമ്പ്, 75 വർഷത്തിന് മുമ്പുള്ള കാര്യം അറിയുന്നത്. അപ്പൊ അന്നും ക്രയവിക്രയത്തിനുള്ളതാണ് എണ്ണ. അവിടെ വീട്ടിൽ പലതും ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരു പുതപ്പ് കാണും, ഒരു കൊരണ്ടി കാണും, ഇരിക്കുന്ന ഒരു കൊരണ്ടി കാണും, ഒരു പാ കാണും, ചോറുണ്ണുന്ന പാത്രം കാണും. പക്ഷെ അവൾ കൊടുത്തത് ഏറ്റവും ബെസ്റ്റായിരുന്നു. ഇംഗ്ലീഷ് എന്തിനാ പറഞ്ഞെന്ന് ചോദിക്കരുത്, അങ്ങനെ വരുന്നതാണ് നല്ലതെന്ന് തോന്നി. ഏറ്റവും നല്ലത്, ബെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇംപ്രഷൻ ഉണ്ട് അല്ലേ? അത് ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. ഞാൻ എൻ്റെ ചർച്ചിൽ പോകുന്ന, പേഴ്സ് ഇവിടെ ഇല്ല, പേഴ്സ് അപ്പുറത്തെ മുറിയിലാണ്. ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് വിചാരിച്ചു ഞാൻ 10 രൂപ സ്വത്രാഴ്ച ഇടാൻ പോവാണെന്ന്. എൻ്റെ പേഴ്സിനകത്തുള്ള 10 രൂപ എല്ലാം നോക്കും. അതിനകത്ത് മുഷിഞ്ഞത് കാണും. ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചോദ്യം, മുഷിഞ്ഞ 10 രൂപയും നല്ല 10 രൂപയുടെ കൊടുത്ത കടയിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷെ എൻ്റെ മനസ്സിനകത്തൊരു സംതൃപ്തി. ഐ ഗിവ് ദ ബെസ്റ്റ് ടു ഗോഡ്. നിന്റെ മക്കളെ കൊടുക്കുമ്പോൾ നല്ലതായിരിക്കണം കൊടുക്കുന്നത്. നിന്റെ സമയം കൊടുക്കുമ്പോൾ നല്ലതായിരിക്കണം കൊടുക്കുന്നത്. നീ കൊടുക്കുന്ന നാണയം നല്ലതായിരിക്കണം. നീ പറയുന്ന സ്തോത്രം നല്ലതായിരിക്കണം. നീ കൈകൊട്ടുന്ന സമയത്ത് ഇങ്ങനെ കൈകൊട്ടരുത്. ചിലർ വെറ്റേ ചുണ്ണാമ്പ് വരട്ടുന്നത് പോലെ ആ കൈകൊട്ടുന്നത്. ഇല്ല, കൈകൊട്ടണം, മാർക്ക് കൈകൊട്ടണം. ഒരു ജീവിതമേ ഉള്ളൂ. കൈ തളർന്നു പോയാൽ പിന്നെ കൈകൊട്ടാനൊക്കത്തില്ല. അപ്പച്ച, കൈ തളർന്നു പോയി കഴിഞ്ഞാൽ കൈകൊട്ടാനൊക്കത്തില്ല. സഹോദരി, നീ കൊടുക്കുന്നതെല്ലാം നല്ലതായിരിക്കട്ടെ, ദ ബെസ്റ്റ്. എൻ്റെ പ്രസംഗം നിങ്ങളെ വേദനിപ്പിക്കുന്നു, ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. നോക്കുന്നത് നല്ലതാണ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നോവും നല്ലതാണ്. അത് കഴിയുമ്പോൾ നല്ലതാണ്. ദൈവദാസന്മാരെ പെണങ്ങരുത് കേട്ടോ. ഒരു കൊച്ചനുജൻ വിചാരിച്ചാൽ മതി. എൻ്റെ പ്രായം നോക്കണ്ട, ഒരു കൊച്ചനിയൻ ഏതാണ്ടൊക്കെ പറഞ്ഞതില്ലയോ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ നന്മയ്ക്കാണ്, നിങ്ങൾക്ക് അനുസരിക്കാൻ കൊള്ളാവുന്ന പ്രായോഗികമായ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഉള്ളത് കൊടുക്കണം, നല്ലത് കൊടുക്കണം, കണക്ക് നോക്കി കൊടുക്കണം. മറ്റൊന്നുമില്ല. മറ്റു പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളത് ക്രയവിക്രയത്തിന് കൊടുക്കാൻ കഴിയുന്ന, ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നതിനകത്ത് ഏക കാര്യം അവൾ കൊടുത്തു. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും ഒഴിഞ്ഞ പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. നിന്റെ വിശ്വാസം ചെറുതായി പോകരുത് കേട്ടോ. നിന്റെ വൃത്തം ചെറുതായി പോകരുത് കേട്ടോ. നീ ദൈവത്തോട് ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. കാരണം തരുന്നവൻ വലിയവനാണ്, വലിയ സമ്പത്തുള്ളവനാണ്. ഞാൻ സ്വത്തൊന്നും ചോദിക്കാത്ത മനുഷ്യനാണ്. നിങ്ങൾ സ്വത്ത് ചോദിക്കണം. എൻ്റെ പേഴ്സണൽ തീരുമാനം, ഞാൻ വീട് ഉണ്ടാക്കത്തില്ല, പുരയിടം ഉണ്ടാക്കത്തില്ല, കാറ് വാങ്ങിക്കത്തില്ല. വാങ്ങിച്ചാലും അത് സംഘടന പേരിലായിരിക്കും. വെൺമണിക്കാരൻ ഒരാളെ എനിക്കൊരു കാറ് വാങ്ങിച്ചു തന്നു. സുമോ അല്ല സ്കോർപിയോ വാങ്ങിച്ചു തന്നു. എൻ്റെ പേരിലല്ല, സംഘടന പേരിൽ അവിടെ കിടക്കുകയാണ്. അവരത് വേറൊരാൾക്ക് കൊടുത്തു, എൻ്റേതല്ല. പക്ഷേ ഇത് എൻ്റെ വ്യക്തമായ തീരുമാനം. എൻ്റെ മക്കളുടെയൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും സ്വത്ത് ഉണ്ടാക്കണം, നിങ്ങളെല്ലാവരും ഭൂമി ഉണ്ടാക്കണം, നിങ്ങളെല്ലാവരും വീടുണ്ടാക്കണം, നിങ്ങൾക്കെല്ലാം കാർ ഉണ്ടായിരിക്കണം, നിങ്ങൾക്കെല്ലാം ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. മക്കൾക്ക് വേണ്ടി ഛർദ്ദിച്ചു വയ്ക്കണം. നിന്റെ വൃത്തം ചെറുതായി പോകരുത്. ഞാൻ ചോദിച്ചത് ആത്മാക്കളെയാണ്. ഞാൻ ചോദിച്ചത് സഭയ്ക്ക് വേണ്ടി ആരാധനാലയമാണ്. വിൽക്കാൻ കിടക്കുന്ന ഒരു പുരയിടത്തിനകത്ത് കയറി ചെറിയൊരു കുഴിയെടുത്തും വെച്ച അതിനകത്ത് 50 പൈസ കുഴിച്ചിട്ട് വെച്ച. അന്നത്തെ കാലത്ത് 50 പൈസ എന്ന് പറഞ്ഞാൽ 1/4 ലിറ്റർ പാലിൻ്റെ വിലയാണ്.
ഞാൻ 50 പൈസ കുഴിച്ചിട്ടിട്ട് പറഞ്ഞു എനിക്ക് ഈ ഭൂമി എനിക്ക് വേണം. എന്തിനു വേണ്ടി? ആരാധന. ഞാൻ ചോദിക്കുന്നതൊക്കെ ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ടത്. നീ നിനക്ക് വേണ്ടി ചോദിക്കണം, അതും ചോദിക്കണം ദൈവവേലയ്ക്ക് വേണ്ടി. പക്ഷെ ചോദിക്കണം നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ചോദിക്കണം. കർത്താവേ, സമയമുണ്ട്. ഹല്ലേലൂയ. നീ ചെന്നിട്ട് വായ്പ വാങ്ങണം, പാത്ര കുറഞ്ഞു പോയി. അപ്പൊ വായ്പ വാങ്ങിക്കാൻ വാക്യമുണ്ടല്ലേ, പക്ഷെ ഇത് തിരിച്ചു കൊടുക്കാനൊക്കുന്ന കാര്യമാണ്. തിരിച്ചു കൊടുക്കാനൊക്കാത്ത, എക്സ്പെൻഡബിൾ എന്ന് പറയും. തിരിച്ചു കൊടുക്കുക. പൈസ എക്സ്പെൻഡബിൾ ആണ്. വീട്ടിൽ ആഹാരമില്ല, അടുത്ത വീട്ടിൽ നിന്ന് അരി വാങ്ങിക്കരുത്. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വാങ്ങിച്ചു പോയാൽ ഞാൻ പിണങ്ങത്തില്ല. വിധവമാരുടെയൊക്കെ പറയാണ് കേട്ടോ, ഇതൊക്കെ എനിക്കറിയാം. കുഞ്ഞിന് അവസാനത്തെ ദിവസം പരീക്ഷയാണ്. ഒരു പെങ്കൊച്ചനെ കണ്ടു. ഹാൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇന്നലെ ഞാൻ ചെയ്ത കാര്യം പറയാണ്. ഹാൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത്ര 1000 രൂപയുടെ കൊടുത്ത് ഹാൾ ടിക്കറ്റ് കിട്ടത്തുള്ളൂ, ഫീസ് ബാക്കിയാണ്. ഞാൻ ഇന്ന് എഴുതി, എളുപ്പം അയച്ചാട്ടെ. ആ കൊച്ചിനെ എനിക്കറിയാം, ഞാൻ കണ്ടതാണ്, ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ കാണുമെന്ന് വിചാരിക്കുന്നില്ല, എനിക്കറിയത്തില്ല, കാണരുതെന്നൊന്നും ആഗ്രഹമില്ല. ഞാൻ അതിനു വേണ്ടിയല്ല ഒരാളിനെ സഹായിക്കാൻ. നീ പറയുന്നത് കേട്ടെ, നിങ്ങൾക്ക് എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കുവാൻ സാധ്യമല്ല, പക്ഷെ ഒരാളിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാതിരിക്കരുത്. ജോൺ ഓസ്റ്റിൻ എനിക്ക് തന്ന ഉപദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. പാത്രങ്ങൾ കുറവായി പോകരുത്, നിന്റെ വിശ്വാസം ചെറുതായി പോകരുത്, നീ ഉണ്ടാക്കുന്ന വൃത്തം ചെറുതായി പോകരുത്. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിൽ തടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതൊരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കയറിയിട്ട് കഥ അടയ്ക്കണം. പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന്, കറുത്ത പാത്രം, വെളുത്ത പാത്രം, ചുമന്ന പാത്രം, കൊച്ചു പാത്രം, വലിയ പാത്രം, താഴ്ന്ന ജാതിക്കാർ, വലിയ ജാതിക്കാർ, ആരായിരുന്നാലും അവിടെ വന്നെങ്കിലേ നിറയത്തുള്ളൂ. അന്നേരം ഒരു സ്വർണ്ണപാത്രം പറയാ, ഞാൻ അവരുടെ കൂട്ടത്തിലൊന്നും പോകത്തില്ല, ഞാൻ ഞങ്ങളുടെ വല്യമ്മയ്ക്ക് പഠിപ്പിച്ച കൂട്ടത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ഒക്കത്തില്ല. അനുഗ്രഹം എവിടെയാണോ ദൈവം പ്രവർത്തിക്കുന്നത് അവിടെ ചെല്ലണം. നിങ്ങളെല്ലാം അങ്ങനെയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ആ വിഷയം അവിടെ വിടുകയാണ്. അവിടെ ചെല്ലണം. എവിടെയാണോ ദൈവം പ്രവർത്തിക്കുന്നത് അവിടെ ആരാധിക്കണം. അകത്ത് കിടന്ന് വാതിൽ അടയ്ക്കണം. എന്തിനാ വാതിൽ അടയ്ക്കുന്നത്? വഴിയെ പോകുന്നവരാരെങ്കിലും ജനലിൽ കൂടെ നോക്കിയിട്ട് പറയാം, അന്നാമ്മോ എന്തോടുക്കുക, ഈ 1 ലിറ്റർ എണ്ണ ഈ വെച്ചിരിക്കുന്ന 117 പാത്രത്തിൽ നിറയ്ക്കാൻ പാടി നടക്കാൻ. അവരുടെ ഉപദേശമാണ് ഇതൊക്കെ. നിങ്ങളുടെ പൈസ വാങ്ങിക്കാനുള്ള വേലയാ ചെയ്യുന്നേ. സംശയമുണ്ടാക്കുന്ന, സംശയത്തിന്റെ വിത്തുകൾ വിതറുന്നതായിട്ടുള്ളവർ കാണാതെ കഥടയ്ക്കണം. നിന്റെ സാക്ഷ്യം നിന്റെ വിശ്വാസം ആരോടാ പറയേണ്ടിയേ? കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരിനെ കണ്ടു, മർത്തോമക്കാരിയാണ്. ആ സഹോദരി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, ഞാൻ കേരളത്തിലായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് പാതിരാത്രിക്കാണ് തിരിച്ചു വന്നേ. ആ സഹോദരി പറഞ്ഞു, ദൈവം അവളോട് സംസാരിച്ചു. അവൾ വേറൊരു മർത്തോമക്കാരൊക്കെ പറഞ്ഞു, അന്നാമ ഇതൊക്കെ തോന്നല, ഇതാരോടും പറയണ്ട. അവർ പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം അവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, വേറൊരു സഹോദരിയോട് പറഞ്ഞു, നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം നീ പൊതിഞ്ഞു വെച്ചിരിക്കുക, പറയണം. ആ സഹോദരി ഇപ്പൊ എല്ലാവരോടും പറയുകയാണ്, ഞാനും നീയും പറയുന്നവരായിരിക്കണം. പക്ഷെ ചിലർ എതിർക്കുന്നവരുണ്ട്. അത്ഭുതങ്ങൾ നിന്നുപോയി, വാദിക്കാൻ പോണ്ട. അന്യഭാഷ നിന്നുപോയി, വാദിക്കാൻ പോണ്ട. നിന്നേക്കാളും വലിയ മിടുക്കരൊക്കെ അവരുടെയൊക്കെ വാദിച്ചിട്ട് ജയിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് പറയരുന്നില്ല. അങ്ങയുടെ വിശ്വാസം അതായിരിക്കാം. എൻ്റെ വിശ്വാസം ഇതാണ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. വേദപുസ്തകം എടുത്തുകൊണ്ട് ഉറക്കെ ഞാൻ പറയും, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ എന്നെ സഹായിക്കും. എൻ്റെ അനുജൻ വീട്ടിൽ നിന്നിറങ്ങി 12ാം ക്ലാസ് കഴിഞ്ഞ് വെച്ച് എൻ്റെ അടുക്കലോട്ട് വരികയാണ്. എൻ്റെ പപ്പ തോട്ട സൂപ്രണ്ടാണ്. അമ്മച്ചി ചോദിച്ചു, എടാ മോനെ, നീ അവൻ്റെ അടുക്കലോട്ട് പോവാ. അമ്മച്ചി എന്നെ കണ്ടിട്ടില്ല, എൻ്റെ സുവിശേഷ വേലയെ കണ്ടിട്ടില്ല, ജോലി രാജിവെച്ചതിന് ശേഷം. പക്ഷെ പട്ടിണിയും പ്രയാസമൊക്കെ ആണെന്ന് ആരാണ്ടി എന്ന് പറഞ്ഞു. അന്നവർക്കൊരു കപ്പ് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഇല്ലായിരുന്നു. ഒരാളി എന്ന് പറഞ്ഞു. അവിടെ കാപ്പിപ്പൊടി ഇല്ലായിരുന്നു, പഞ്ചാര ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ആ സഹോദരി പച്ചവെള്ളം മാത്രം തന്നാ വിട്ടത്. അമ്മച്ചിക്ക് അറിയാം, പപ്പായിക്കറിയാം. അമ്മച്ചി ചോദിച്ചിടാ, അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ, സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ, അന്ന് സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ 50 വർഷത്തിന് മുമ്പ് സുവിശേഷ വേലയ്ക്ക്, അന്ന് ആളുകളൊന്നും വാച്ച് കെട്ടാത്ത ഉപദേശിമാരാണ്.
പഴയ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഉപദേശിമാരാണ്. പറഞ്ഞ് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആര് പഠിപ്പിക്കും? നമ്പർ 1. നിനക്ക് ആര് വസ്ത്രം തരും? 3, നിനക്ക് ആര് വീട് തരും? 4, നിനക്ക് ആര് പെണ്ണ് തരും? അവൻ പടിയേൽ, ഞങ്ങൾക്ക് ഒരു 10-12 പടിയുണ്ട്, തോട്ടക്കാരുടെ വീടാണ് കേട്ടോ. അത് കൈവച്ചോണ്ട് പറഞ്ഞു, ഞാൻ പോകുന്നു, ദൈവം എന്നെ കാത്തോളൂ. അവൻ വന്നു, അവൻ പഠിച്ചു, അവൻ ഡോക്ടറേറ്റ് കിട്ടി. പഠിച്ചു കിട്ടിയതാ, എനിക്ക് കിട്ടിയത് ഓണററിയാ കേട്ടോ. അവൻ പഠിച്ചു, അവൻ ഇന്ത്യയിൽ പഠിച്ചു, BTH എടുത്തു, കൊറിയയിൽ പോയിട്ട് MTH എടുത്തു, അമേരിക്കയിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുത്തു. അവൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നോട് പറഞ്ഞു, എൻ്റെ അമ്മച്ചി 4 ചോദിച്ചു, എന്നെ നോക്കിയാട്ട് ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, എനിക്ക് ചോറ് തന്നിട്ടുണ്ട്, ഞാൻ ക്ഷീണിച്ചിട്ടില്ല, നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് വീട് ഇല്ല, ഇതുവരെ ഞാൻ വീടുണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഭാര്യയെ കിട്ടി, ഒരു നമ്പ്യാർ കുടുംബത്തിൽ നിന്നും സുന്ദരിയായ പഠിത്തമുള്ള ഒരു ഡോക്ടറുടെ മോളെ കിട്ടി. എൻ്റെ അമ്മച്ചി ചോദിച്ചു, ആര് തരുമെന്ന് ചോദിച്ചു. അതെല്ലാം ദൈവം തന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ, ദൈവത്തിൻ്റെ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ നീ ആത്മാർത്ഥമായിട്ട് ദൈവ വേല ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ദൈവം തരും. എനിക്കൊരു ഫ്ലാറ്റ് തന്നിരിക്കും താമസിക്കാൻ, എൻ്റെ സംഘടന തന്നതാണ്. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ കാർ വരും, ഓഫീസിൽ നിന്ന് ചോദിക്കുമ്പോൾ വരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, 2 കർത്താവെ സഹായിക്കണമേ, 2 പേര് വിചാരിച്ചു ഒരു കുടുംബത്തിൽ. ദൈവമേ, ആരെങ്കിലും എന്നെ സഹായിക്കാമോ? ചൈനയിലേക്ക് പോയ മിഷണറി, ആദ്യത്തെ മിഷണറി, ഫേമസ് മിഷണറി, അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ ഒരു ദിവസം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചൈനയ്ക്ക് പോവാ. മറ്റവൻ പറഞ്ഞു, ചൈനയ്ക്ക് പോയാൽ എന്തോ കിട്ടും? ഞാൻ കുടുംബത്തിനൊരു പേരുണ്ടാക്കാൻ പോവാണ്, ഞാൻ പഠിച്ചൊരു വലിയ വക്കീലാവും, ഞാൻ വലിയ, ആരെങ്കിലും ചാറ്റ് ബോക്സിൽ എനിക്കിടാം ആരാണ് അദ്ദേഹത്തിൻ്റെ പേര്, ചൈനയിലേക്ക് പോയ മിഷണറി, ഇവിടെ ഉണ്ട്, മറന്നുപോയി. എൻ്റെ ഭാര്യ അപ്പുറത്ത് ലിലിക്ക് പോട്ടനെ പ്രസംഗിക്കാൻ പോകണം വേറൊരിടത്ത്, അതുകൊണ്ട് ലിലിയും ബിസിയാണ്, അല്ലെങ്കിൽ ലിലിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മറ്റേ പറഞ്ഞു, ഞാൻ വക്കീലാവും, വലിയ ആളാവും, എൻ്റെ കുടുംബത്തിന് ഞാൻ പേര് കൊണ്ടുവരും. അവസാനം ആ മനുഷ്യൻ ചൈനയിൽ പോയി കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു. നോ അല്ലല്ല, ആദ്യം പോയ മിഷണറി, ചൈന ഇൻലൻഡ് മിഷൻ സ്ഥാപകൻ, അങ്ങനെ അടിച്ചാട്ടെ, ചൈന ഇൻലൻഡ് മിഷൻ സ്ഥാപകൻ, ഫൗണ്ടർ ഓഫ് ചൈന ഇൻലൻഡ് മിഷൻ. മറ്റേയാൾ വക്കീലായി, ഇദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടു. അനേക വർഷങ്ങളിലേക്ക് നാട്ടിൽ വരാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹത്തിന്, അതിനുള്ള പൈസ ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം 1 വർഷത്തിനകത്ത് അദ്ദേഹം 1000 സുവിശേഷക്കാരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ പറ്റി ഹൂ ഇസ് ഹൂ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ ഹഡ്സൺ ടൈലർ ഹൂ ഇസ് ഹൂ എന്ന് എഴുതിയ പുസ്തകത്തിനകത്ത് അദ്ദേഹത്തെ പറ്റി ഒരു ഫുൾ പേജ്, അദ്ദേഹത്തിന്റെ സഹോദരനെ പറ്റി ഒരൊറ്റ വാചകം, ബ്രദർ ഓഫ് ഹഡ്സൺ ടൈലർ. സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുമ്പം പട്ടിണി ഉണ്ടായെന്ന് വരും, പ്രയാസം ഉണ്ടായെന്ന് വരും. മറ്റവരുടെ മക്കളൊക്കെ നല്ല ഉടുപ്പിട്ട് നടക്കും, അവരുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കും, നിന്റെ മക്കൾ അതൊന്നും പഠിച്ചില്ലെന്ന് വരും. പക്ഷെ അവസാനം വരുമ്പം, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അറ്റ് ദി എൻഡ് ഓഫ് ദ ചാപ്റ്റർ, നിന്നെപ്പറ്റി പറയാൻ, ആളുകൾക്ക് പറയാൻ വാചകങ്ങൾ ഉണ്ടായിരിക്കും. കരഞ്ഞു പോവാണ് കേട്ടോ. ദൈവത്തെ പറ്റി പറയുമ്പോൾ, അവൻ്റെ നന്മയെ പറ്റി പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. ദൈവദാസന്മാരെ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മലയാളം മീഡിയത്തിലായിരിക്കാം പഠിക്കുന്നത്, നിങ്ങളുടെ സഹോദരന്മാരുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കാം, അവർ MBBS പഠിക്കുന്നത്, നിന്റെ മക്കൾ BCom കാണാൻ പഠിച്ചതേ കാണത്തുള്ളൂ, ഉപദേശമായിട്ട് നടക്കുകയായിരിക്കാം. വിഷമിക്കേണ്ട. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ജീവിതത്തിൻ്റെ അവസാന സമയത്ത് നിന്റെ മക്കളുടെ പേരായിരിക്കും മുമ്പിൽ. അവരും ദൈവത്തോട് ചേർന്ന് നടക്കാമെങ്കിൽ ഹല്ലേലൂയ. വാതിലടയ്ക്കണം. നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കണം. നിറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിവെക്കണം. വേർപെട്ട് ആരാധിക്കണം. അവിടെ ഇവിടെ നിൽക്കരുത്. ചിലർ 2 ഇടത്താണ് തോണി വെക്കുന്നത്. ഞാൻ വിശ്വാസികളോട് സംസാരിക്കുകയാണ് കേട്ടോ. ചിലർ 2 ഇടത്താണ് തോണി 2 തോണിയിലാണ് കാല് വയ്ക്കുന്നത്. ചിലപ്പോൾ അവിടെ, ചിലപ്പോൾ ഇവിടെ. അവിടുത്തെ പേര് വെട്ടണ്ട. എന്താ കാര്യം? ചത്ത കുഴിച്ചിടാൻ ഒരു സ്ഥലം വേണ്ടായോ? എവർ കൂടെ പോയാൽ ചത്ത കുഴിച്ചിടാൻ സ്ഥലമില്ല. ചില എന്തൊക്കെ പറയും, നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ചത്ത കുഴിച്ചിടാൻ ശവക്കോട്ടയുണ്ടോ? എൻ്റെ പൊന്നുമോളെ, നിങ്ങളുടെ സംസാരിക്കുകയാണ്.
നീ ഞങ്ങളുടെ കൂടെ വരുന്നത് ചാവാനോ ജീവിക്കാനോ? നീ ചത്തത് അതിനെ കുറിച്ചിട്ട് തരാണ്. ചേട്ടൻ എന്തൊക്കെ ചോദിക്കും, നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ മോളെ കെട്ടിക്കാൻ ആരെങ്കിലും കാണും? ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങളുടെ മക്കളൊന്നും കെട്ടാതെ നിൽക്കുകയല്ല. ഞാൻ പറഞ്ഞു പാലക്കാട്ടൊരു കാര്യം. പക്ഷേ ഇന്ന് വിശ്വസ്തരായിട്ട് ദൈവത്തെ അക്കൂട്ടത്തിലും പറയട്ടെ, 3 കുടുംബക്കാർ ബന്ധിക്കോസിനകത്ത് പോയായിരുന്നു. അവർ ഇന്നും ബന്ധിക്കോസുകാരായിട്ട് നിൽക്കുന്നു. അവരുടെ മക്കളെ കളത്താൻ ആളുണ്ടായി. സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കാമെങ്കിൽ, നീയും നിന്റെ മക്കളും ആരാധിക്കാമെങ്കിൽ, ആർക്കും കടക്കാരനല്ലാത്തത്. എൻ്റെ മക്കളെ സ്ത്രീധനമില്ലാതെ കെട്ടിക്കൊണ്ട് പോയത് എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല, ഉണ്ടെങ്കിൽ തരും. കെട്ടിക്കൊണ്ട് പോയി. എനിക്ക് എത്ര സാക്ഷ്യം പറയണം? എൻ്റെ മാത്രമല്ല, മറ്റുള്ളവരുടെ പറയാൻ കഴിയും. ഹല്ലേലൂയ. പോട്ടെ, മുമ്പോട്ട് പോകട്ടെ. നിറഞ്ഞത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അവനെ വീട്ടിൽ ചെന്ന് തൻ്റെ മക്കളുടെ അകത്ത് കിടന്ന് വാതിലടച്ചു. അവരെ അനുസരിക്കുന്ന മക്കളായിരുന്നു. മക്കളെ ചൊവ്വിന് വളർത്തണം, കേട്ടോ. മക്കളെ ചൊവ്വിന് വളർത്തണം. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ പറയുന്ന പോലെ ഈ പാത്രമല്ല, ഒഴിഞ്ഞ പാത്രമല്ല കൊടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഈ 1 ലിറ്റർ എണ്ണ ഇതിനകത്തെല്ലാം എന്നറിയുമോ? അവർ പറഞ്ഞില്ല. അവരെ അമ്മയെ വിശ്വസിച്ചു, ദൈവദാസനെ വിശ്വസിച്ചു. നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ സ്വത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് ഞാൻ വേദപുസ്തകം പഠിപ്പിച്ചാൽ വിട്ടത്. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെല്ലാം പല കോളേജുകളിലാണ് പോയത്. ആ മൂത്ത മോൻ പോയത് ഗ്വാളിയറിലാണ്, 2 പെൺമക്കൾ പോയത് ബാംഗ്ലൂരിലാണ്, എൻ്റെ 2ാമത്തെ മോൻ പോയത് പഞ്ചാബിലാണ്, എൻ്റെ 3ാമത്തെ അവസാനത്തെ മോൻ പോയത് ബോംബെയിലാണ്. എൻ്റെ മക്കളെല്ലാം സാധാരണ BCom BSc അതാ പഠിച്ചത്. അതെല്ലാം പഠിച്ചത് വെളിയിലാണ്. ഹല്ലേലൂയ. അതിനുശേഷം എല്ലാവരും വെളിയിൽ പോയി പഠിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നതിന് മുമ്പ് വേദപുസ്തകം പഠിപ്പിച്ചിട്ടാണ് പോയത്. അന്യജാതിക്കാരെ കെട്ടരുത്, ഇവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ അവരെ കൊണ്ട് കാണിച്ചു പഠിപ്പിച്ചു. അന്യദൈവങ്ങളെ ആരാധിക്കരുത്, മന്ത്രവാദിയെടുക്ക പോകരുത്, പരീക്ഷയ്ക്ക് ജയിക്കാൻ ചരട് കെട്ടാൻ പോകരുത്, നോക്കരുത്, കൈനോട്ടക്കാൻ പോകരുത്. അവരെ പഠിപ്പിച്ചു വിടണം. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവർ വന്നിട്ട് അമ്മ പറഞ്ഞതുപോലെ പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഹല്ലേലൂയ. മക്കള് പാത്രം വെച്ചു കൊടുത്തു. 5ാമത്തെ വാക്യം. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. എത്ര പാത്രം ഉള്ള പാത്രമല്ല, അവരനുസരിക്കുന്നവരായിരുന്നു. അവിടെ യൂണിറ്റി ഉണ്ടായിരുന്നു. കുറച്ച് അമ്മ എന്തെങ്കിലും അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ കേട്ട് അല്ലെ ആശാട്ടിയായിട്ട് നിൽക്കുവാണോ എന്ന് പറഞ്ഞില്ല. യൂണിറ്റി. ആ സ്ത്രീ ഒഴിക്കുന്നു. എൻ്റെ വിചാരം അവിടെ ഒരു കൊരണ്ടിയില വല്ലതും കയറി ഇന്ന് കാണും. എന്നിട്ട് ഒഴിക്കുകയാണ് പാത്രത്തിനകത്തോട്ട്. ഒരു പാത്രം നിറഞ്ഞു, ഒരുത്തം കൊണ്ടുവച്ചു, ഒഴിഞ്ഞ പാത്രം വേർത്തും കൊണ്ടുവന്നു. ദർ വാസ് എ യൂണിറ്റി. ദേ വർ വർക്കിംഗ്. നിങ്ങൾക്ക് ഞാൻ കട്രായിൽ അസോസിയേറ്റ് വില തുടങ്ങി, കാശ്മീരിൽ അസോസിയേറ്റ് വില തുടങ്ങി. ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. എൻ്റെ പാസ്റ്ററുടെ പോലും 10ഓ 15ഓ മെസ്സേജ് ഞാൻ കേട്ടിട്ടു. അത്രയേ ഉള്ളൂ എൻ്റെ ഫൗണ്ടേഷൻ. പക്ഷേ അത് കഴിഞ്ഞ് വെച്ച് ഞാൻ വേദപുസ്തകം പഠിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് 365 ദിവസവും മീറ്റിംഗ് ഉണ്ട് എൻ്റെ സഭയിൽ. 18 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാനൊരു കഠിനാധ്വാനിയാണ്. 365 ദിവസവും ഇന്ന് ഈ വീട്ടിൽ ഒരേ ആളുകളാണ്. അവരുടെ വീട്ടിൽ തന്നെ ഞാൻ മീറ്റിംഗ് എടുക്കുക. അതിന് ഞാൻ വേദപുസ്തകം പഠിക്കണം. ഞാൻ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഐക്യതയില്ലാതെ ദൈവം അനുഗ്രഹിക്കത്തില്ല. ഐക്യത ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കാൻ നിർബന്ധിതനാവും. അടിവരയിട്ടിടാം, ദൈവം നിർബന്ധിതനാകും. മത്തായി എഴുതിയ സുവിശേഷം 18ാം അധ്യായത്തിന്റെ 19ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും 2 പേർ, യാക്കോബക്കാർ, മർത്തോമാക്കാർ, പെന്തിക്കോസ്തുകാർ, IPCക്കാർ, അസംബ്ലീസ് ഓഫ് ഗോഡുകാർ, പുരുഷൻ, സ്ത്രീ, അമ്മയും മകളും, നിങ്ങളിൽ ആരെങ്കിലും 2 പേർ ഐകമത്യപ്പെട്ടിട്ട് യൂണിറ്റി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ദൈവം തരുമെന്ന്. ദൈവത്തിന് ഇഷ്ടമുള്ളതുകൂടെ ആയിരിക്കണം. അടുത്ത റബ്ബർ തോട്ടം വിൽക്കാനുണ്ട്, കർത്താവെ അത് തരണേ, PG വർഗീസ് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വാക്യവും കണ്ട് ചോദിച്ചാട്ടെ. പക്ഷെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. തന്നാൽ സ്തോത്രം, തന്നില്ലെങ്കിൽ അയലത്തുകാരൻ്റെ പുരയിടത്തിൽ കയറി ഇന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ. വിൽക്കാനുള്ള പുരയിടത്തിൽ കയറി ഇന്ന് പ്രാർത്ഥിക്കാം, അത് നല്ല. മറ്റേതൊന്ന് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടായെങ്കിലും ഏതെങ്കിലും കാര്യത്തിനകത്ത് ഞാൻ അവിടെ വെച്ച് പഠിച്ചു. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഐക്യതയില്ലാതെ പ്രാർത്ഥിക്കുക. അന്നേരം എന്താ പറയണം, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവള് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ മനുഷ്യനെ ഒന്ന് മാനസാന്തരപ്പെടുത്തണേ. എവിടാ ദൈവം കാര്യം സാധിച്ചു തരുന്നത്? ഐകമത്യം ഉണ്ടാക്കണം. ഇനിയും പറയുന്നത് അടിവരയിട്ട് കേൾക്കാം. ഐക്യത ഉണ്ടാകുന്നില്ല, ഐക്യത ഉണ്ടാക്കിയെടുക്കുകയാണ്. ആരുണ്ടാക്കണം?
അപ്പച്ചൻ ഉണ്ടാക്കണം. ആരുണ്ടാക്കണം? അമ്മച്ചി ഉണ്ടാക്കണം. ഒരു വീട്ടിലെ ഐക്യത നഷ്ടപ്പെടാൻ ഒരാൾ വിചാരിച്ചാൽ മതി. ഈ അമ്മ, മക്കൾ 2 പേർ, ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി. ഈ എണ്ണ ഒഴുകണമെങ്കിൽ ഐക്യത ഉണ്ടാകും. ഞാൻ അവിടെ വെച്ച് പഠിച്ചാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചിലപ്പോൾ വഴക്കുണ്ടാക്കും. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വലിയ വിശുദ്ധനാണ്, ഞാൻ മാലാഖയാണെന്ന് വിചാരിക്കരുത്. സാധാരണ മനുഷ്യനാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ സരളമാക്കി പറയും. രാത്രി കിടക്കുന്നതിന് മുമ്പേ കൈകോർത്ത് പിടിച്ച് ക്ഷമ ചോദിച്ച് നേരെയായിട്ട് പ്രാർത്ഥിക്കും. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. 5 മക്കളാണ്, ഒരെണ്ണം പിഴയായില്ല. 5 മക്കളും ദൈവത്തോട് നടക്കുന്നു, ആരാധനയ്ക്ക് പോകുന്നു. 5 പേരിൽ 4 പേര് ദൈവവേല ചെയ്യുന്നു. 2 പേര് ഫുൾ ടൈം, എന്നെ പോലെ ശമ്പളമില്ലാതെ. 2 പെൺമക്കൾ, അവർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുന്നു. എൻ്റെ ഇളയ മകൻ പണം കൊടുത്ത് ദൈവവേല ചെയ്യുന്നു. എല്ലാം ശരിയാണ്. അവർ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കണം. ചർച്ചിലെ പാസ്റ്ററുടെ ജോലിയല്ല വേദപുസ്തകം പഠിപ്പിക്കുക. നോ. സൺഡേ സ്കൂൾ ടീച്ചറിന്റെ ജോലിയല്ല വേദപുസ്തകം പഠിപ്പിക്കുക. വീട്ടിലെ അപ്പൻ ഇല്ലയോ, അമ്മ പഠിപ്പിക്കണം. നിങ്ങളാണ് വീട്ടിലെ പുരുഷൻ. യു ആർ ദ മാൻ ഓഫ് ദ ഹൗസ്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കണം. ഞാൻ പറഞ്ഞത് അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അവർ പാത്രം വെച്ചു കൊടുക്കുകയും പകരുകയും ചെയ്തു. കഥകൊക്കെ അടച്ചതിന് ശേഷം ഐക്യതയുള്ളവർ തമ്മിൽ ഐക്യത ഉണ്ടാകണം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കൊണ്ടുപോടാ. അനുഗ്രഹം മതി എന്ന് പറയരുത്. മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, മതി എന്ന് പറയുന്ന മനുഷ്യ നീ മരിച്ചു കഴിഞ്ഞു. മതി എന്ന് പറയരുത്. സ്വത്ത് മതി എന്ന് പറയരുത്. കാര്യമായിട്ട് പറയുകയാണ്. സ്വത്ത് മതി എന്ന് പറയരുത്. കുറച്ചുകൂടെ വേണം. അംബാനി ആയാലും നല്ലതാന്ന് പറയാ. ഞാൻ പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും അംബാനി ആയാൽ നിങ്ങൾക്ക് നല്ലതാ, നിങ്ങളുടെ മക്കൾക്ക് നല്ലതാ, എനിക്കും നല്ലതാ. എൻ്റെ പപ്പ ഞാൻ ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോൾ പണക്കാരനാവുന്നു. പപ്പ പണക്കാരനായിരുന്നു, തോട്ട സൂപ്രണ്ടാണ്, പണക്കാരനാണ്. പക്ഷെ പെട്ടെന്ന് റബ്ബർ ഷീറ്റിന്റെ എണ്ണം കൂടി. നിലത്തിനകത്ത് 100 പറം നെല്ല് കിട്ടി. അത് കിട്ടാൻ പ്രയാസമുള്ള ഒരു നിലവ്. അതിലെ കൂടെ ആളുകളെല്ലാം പോകുന്നത്, പശുക്കൾ പോകുന്നത്, അന്നേരം ഇങ്ങനെ പോകുമ്പോൾ ഇത് കടിച്ചെടുത്തെന്ന് വരും. പക്ഷെ പപ്പായ്ക്ക് 100 രൂപ കിട്ടി. പപ്പ എൻ്റെയൊക്കെ പറഞ്ഞു, അല്ല ഞങ്ങളുടെ അടുത്തുള്ളവർക്ക് 70 കിട്ടിയേ. പപ്പ എൻ്റെയൊക്കെ പറഞ്ഞു, നീ ജോലി രാജിവെച്ച് പോയപ്പം നീ 1000 രൂപ എനിക്ക് അയച്ചില്ല, എനിക്ക് എത്ര രൂപ കിട്ടിയെന്ന് പപ്പ അറിഞ്ഞു. ഞങ്ങളുടെ അയൽക്കാരൻ്റെ ഒരാൾ അവിടുത്തെ ഓഫീസിലുണ്ടായിരുന്നു. അയാൾ എന്ന് വെച്ച് പറഞ്ഞു, ആ സാറിന് ഇപ്പോൾ പ്രയാസമൊന്നുമില്ലല്ലോ മോൻ, ഇത്ര രൂപ കിട്ടിയപ്പോൾ കുറച്ച് രൂപ അയച്ചു തന്നാണല്ലോ. എൻ്റെയൊക്കെ പറഞ്ഞിടാ മോനെ, നീ നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ 1000 രൂപ അയച്ചില്ല, എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഞാൻ പപ്പയുടെ പറഞ്ഞു, പപ്പ ഇതൊന്നും ഞാൻ സേവ് ചെയ്തില്ല, ഇതെല്ലാം ഞാൻ സുവിശേഷ വയലിൽ ഞാൻ വാരി വിതറിയിരിക്കുകയാണ്. പപ്പ അത് കഴിഞ്ഞ് പറഞ്ഞു, മോനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ റബ്ബറിൻ്റെ ഷീറ്റിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി, നെല്ലിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. എനിക്കൊരു ഭയമായി. പപ്പ ഓർത്തഡോക്സുകാരനാണ്, ഭക്തനായ ഓർത്തഡോക്സുകാരനാണ്, അസാധാരണമായ ഭക്തനായ ഓർത്തഡോക്സുകാരനാണ്. പപ്പ പറഞ്ഞു, പപ്പായ്ക്കൊരു ഭയമായി, ഇത് പിശാചാണോ തരുന്നത്? പപ്പയുടെ ഞങ്ങളുടെ വീട്ടിൽ അസംബ്ലി സ്കൂളുകാരൻ വിളക്കുവട്ടം പാസ്റ്റർ KM തോമസ്, അദ്ദേഹം അസംബ്ലി സ്കൂളിലെ പാസ്റ്ററാണ്. അദ്ദേഹം കൂടെ വരും. അദ്ദേഹം അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പപ്പ ചോദിച്ചു, ഉപദേശി, അന്നത്തെ കാലത്ത് ഉപദേശി എന്നാണ് വിളിക്കുന്നത്, ഉപദേശി എൻ്റെ പെട്ടെന്ന് വരുമാനം കൂടുന്നു, ഇത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ? ഉപദേശി പറഞ്ഞ ഉപദേശം കേട്ടാട്ടെ. സാറേ, നേരെയുള്ള മാർഗത്തിൽ, സത്യസന്ധമായ മാർഗത്തിൽ എന്തുമാത്രം സ്വത്തുണ്ടാകാമോ ഉണ്ടാക്കിക്കാട്ടെ. അത് സാറിന് നല്ലതാ, സാറിൻ്റെ മക്കൾക്ക് നല്ലതാ, പാവപ്പെട്ടവർക്ക് നല്ലതാ. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് നല്ലതാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, മതിയെന്ന് പറയരുത്. നിങ്ങളുടെ സമ്പത്ത് മതിയെന്ന് പറയരുത്. കുറച്ചുകൂടെ. കാരണം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം. എനിക്കൊരു 70 ലക്ഷം രൂപ വേണം. ഞാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യാൻ പോവാണ്. എൻ്റെ സമയം തീരുന്നു. മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഏപ്രിൽ 1-ാം തീയതി വരെ ഞാൻ നടന്നിട്ട് പുസ്തകം വിതരണം ചെയ്യാൻ പോവാണ്. മലയാളത്തിൽ, തമിഴിൽ, കന്നഡയിൽ, തെലുങ്കിൽ, മറാഠിയിൽ, ഹിന്ദിയിൽ, പഞ്ചാബിയിൽ, ഉറുദു ഭാഷയിൽ പുസ്തകം വിതരണം ചെയ്യാൻ പോവാണ്. ഞാനും ഭാര്യയും 8 പേരും കൂടെ. അതിൻ്റെ മൊത്തം ചെലവ്, പുസ്തകം അച്ചടിക്കാൻ 35 ലക്ഷം രൂപ. എനിക്ക് രൂപ വേണം. അപ്പം ഞാൻ പറയാം, എനിക്ക് 70 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആർക്ക് തരാൻ കഴിവുണ്ട്? ആർക്കും കാണത്തില്ലായിരിക്കും. എന്താ കാര്യം? നിങ്ങളുടെ സമ്പാദ്യം കുറവാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവെ കൂടുതൽ തരണം. ഞാൻ വിശ്വസ്തനായിരിക്കും, ഞാൻ പാപത്തിലേക്ക് പോകത്തില്ല. കർത്താവ്, ഞാൻ ദശാംശം കൊടുക്കുന്നത് കുറഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് സഹോദരിമാരെ കേട്ടാട്ടെ. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എൻ്റെ സമയം തീരുകയാണ്.
നിറഞ്ഞ ശേഷം ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഒന്നുമില്ല. അവനാണ് എണ്ണ ഒഴുക്ക് നിർത്തിയത്. എങ്ങനെ? വാക്കുകൊണ്ട്. അവൻ പറയേണ്ടിയായിരുന്നു, മമ്മി അവിടെ നിൽക്കുന്നാട്ടെ, മമ്മി ഞാനിപ്പോൾ പോയിട്ട് 2 പാത്രം കൊണ്ടുവരാം. കുറച്ചുകൂടെ പാത്രം കൊണ്ടുവരണം കേട്ടോ, കുറച്ചുകൂടെ സമ്പാദിക്കണം. എങ്ങനെയത് സമ്പാദിക്കുന്നത്? താഴെ എഴുതിയിട്ടുണ്ട്, അവസാനിക്കാം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുതയെല്ലാം അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നിന്റെ മക്കളും. എങ്ങനെ? ബിസിനസ് ചെയ്തിട്ട്. പലരും വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ ഇടയ്ക്ക് ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് 3 കോടി, ഒരു സഹോദരി കേരളത്തിൽ നിന്ന് പറയാൻ, എനിക്ക് 3 കോടി രൂപ കടമുണ്ട്. എന്തുമാത്രം ഉണ്ട്? ഭൂമി, ഒരു വീടും 3 സെന്റ് ഭൂമിയും. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ദൈവം വിചാരിച്ചാൽ പോലും ഇതെടുത്ത് തീർക്കാനൊക്കത്തില്ലല്ലോ. നീ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുക. ദൈവം വിചാരിച്ചാൽ തീരും. ദൈവം എങ്ങനെ വിചാരിക്കും? ബിസിനസ് ചെയ്യുക. എൻ്റെ വേദപുസ്തകം പറഞ്ഞാണ് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. ഗവൺമെന്റ് ജോലിക്കാർക്ക് ലിമിറ്റ് ഉണ്ട് തരാൻ, ബിസിനസ്സുകാർക്ക് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. കടമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ അവർ ചോദിക്കുക എന്തോ ബിസിനസ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ 2 ബിസിനസ് പറഞ്ഞുതരാം. LICയുടെ ഏജൻസി എടുത്താട്ടെ. കേരളത്തിലുള്ളവർക്ക് പറയാണ്, LICയുടെ ഏജൻസി എടുത്താട്ടെ. അതിൻ്റെ കൂടെ തന്നെ ആംവേയുടെ ഏജൻസി ഇവിടെ എടുത്താട്ടെ. ഞാൻ സരളമായിട്ട് പറയുകയാണ്, ആംവേ എന്താണെന്ന് എന്തൊക്കെ ചോദിക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ചു, ആംവേ വെബ് പേജിനകത്ത് നോക്കിയാൽ മതി, AMWAY, ആംവേ. 2ൻ്റെ കൂടെ ഏജൻസി എടുത്താട്ടെ. 5 വീട്ടിൽ കയറിയാട്ട് ഒരു ദിവസം. LIC എടുക്കുന്നോ? എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ ആംവയുടെ സാധനം എടുക്കുന്നു. OMAയുടെ സാധനം 1-ാം തരം സാധനമാണ്. ഇവരാരും എനിക്ക് പൈസ തരുന്നില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഇതിലേതെങ്കിലും ഒന്ന് അവരെടുക്കും, തീർച്ചയാണ്. ആംവയുടെ സാധനം ടോപ്പ് ലെവലാണ്. നിന്റെ വരുമാനം കൂടും. ആംവേ കമ്പനിക്കാർ ഇന്ത്യയിൽ വേല തുടങ്ങാൻ നേരം ആദ്യം വന്ന് തിരഞ്ഞെടുക്കലാണ്. ആ സാഹിബ് വന്നു വെച്ചാൽ എന്തൊക്കെ പറഞ്ഞു, നിന്റെ ഒരു മോനെ ഇതിൻ്റെ ഏജന്റ് ആക്കിയാട്ടെ, പിന്നെ വരുന്നവരെല്ലാവരും അവരായിരിക്കും നിന്റെ മകൻ കോടീശ്വരനാകും. ഞാൻ പറഞ്ഞ എൻ്റെ മക്കളെല്ലാം സുവിശേഷ വേലക്കാരാ, ഞാൻ അവരെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. കോടീശ്വരനാകുന്നതല്ല, ദൈവം ആക്കിച്ചിരിക്കും. പക്ഷെ നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങളുടെ കടഭാരത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് വിളിക്കണം. ഒന്നുമില്ലെങ്കിൽ അച്ചപ്പം ചുട്ടു വിറ്റിയാട്ടെ, അല്ലെങ്കിൽ കടയിൽ അപ്പം ഉണ്ടാക്കി കൊടുത്ത്. ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് അങ്ങനൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തരട്ടെ. പണങ്ങുന്നുണ്ടോ? പണങ്ങിക്കോ. ഏതെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണം. എൻ്റെ പപ്പ തോട്ട സൂപ്രണ്ടായിരുന്നു. ഒരിക്കൽ ജോലി പോയി കഴിയുമ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, തോട്ട സൂപ്രണ്ടിൻ്റെ ഭാര്യ അമ്മച്ചി പറഞ്ഞു, അന്ന് പപ്പ മമ്മച്ചി പുനലൂർ താമസിക്കുകയാണ്. തൊളിക്കോട്ട് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു, അവിടെ താമസിക്കുകയാണ്. പപ്പ 3 ഏക്കർ ഭൂമി വാങ്ങിച്ചു, ഒരു വീട് വെച്ചു. ആ വീട് ഞാൻ കണ്ടിട്ടാണ് പിന്നെ പൊളിച്ചു കളഞ്ഞത്. എനിക്ക് കണ്ടത് ഓർമ്മയുണ്ട്, നല്ലൊരു വീട്. അമ്മച്ചി പറഞ്ഞൊരു കാര്യം ചെയ്താട്ടെ, ഒരു വണ്ടി പാണ്ടിക്കലം ഇറക്കി തന്നാട്ടെ, ഞാനിത് വിൽക്കാം. ചക്കയുണ്ട്, ഞാൻ വിൽക്കാം. പപ്പ പറഞ്ഞു വേണ്ട. പക്ഷെ അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ഭാരം കുറയ്ക്കണം, ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യും. പപ്പ അനുവദിച്ചില്ല, ദൈവം അനുവദിച്ചില്ല, അത് വേറൊരു കാര്യം. പക്ഷെ അമ്മച്ചിക്ക് മനസ്സുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. എന്നും വാങ്ങിച്ചിരിക്കാതെ, വാങ്ങിക്കുന്നവരും ശ്രമിക്കണം, വാങ്ങിച്ചു കഴിയുമ്പോൾ കൊടുക്കാൻ ശ്രമിക്കണം. നിന്നെ ആരെങ്കിലും സഹായിച്ചതുപോലെ നീയും സഹായിക്കണം. എൻ്റെ അനുജൻ SK എബ്രഹാം, മർത്തോമക്കാർക്കറിയാം, കുഞ്ഞുട്ടി സാറ്, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ വന്നിട്ട് അനേകം പേരെ വക്കീലന്മാരാക്കി. സൈറസ് സാറും കൂടെ അനേകം പേരെ പഠിപ്പിച്ചു. ഞാനൊരു സമൂഹ വിവാഹം നടത്തുകയാണ്. പാവപ്പെട്ട ദരിദ്രരായിട്ട് കല്യാണം നടത്തുകയാണ്. ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് കളക്ടർ വന്നിട്ടുണ്ട്, വേറെ പലരും വന്നിട്ടുണ്ട്. 10-80 പെൺകുട്ടികൾ വിവാഹിതരാകുകയാണ്. ഒരു മനുഷ്യൻ വന്ന് എൻ്റെ കാലെ തൊട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ അളിയൻ SK എബ്രഹാമാണ് എന്നെ വക്കീലാക്കിയത്. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു, നീ പഠിച്ചോ, ഞാൻ നിന്റെ ചെലവ് തരാം. എന്നെ പ്രൈമറി സ്കൂൾ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ, അവസാനം വക്കീലാക്കി. ഞാൻ ഇന്നൊരു വക്കീലാണ്, നിങ്ങളുടെ അളിയൻ കാരണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ വേറെ ആരെയെങ്കിലും വക്കീലാക്കിയോ? ഇല്ല. നിന്നെ ദൈവം സഹായിച്ചിട്ട് എന്തോ പ്രയോജനം? നിന്നെ ആരെങ്കിലും സഹായിച്ചതുപോലെ ചോദ്യം ചോദിക്കണം. വേറെ ആരെങ്കിലും ഒക്കെ സഹായിക്കണം, പഠിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം, ബിസിനസ് ചെയ്യണം. ഇതാ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഉപദേശം, നിങ്ങൾ പ്രയാസം അനുഭവിക്കണം, എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കുക. ഞാനീ പറഞ്ഞത് നല്ലതാണ്. LICയുടെയും മറ്റേ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരെണ്ണം എടുക്കും, തീർച്ചയായിട്ടും എടുക്കാം. ഈ ഇടയ്ക്ക് എന്നെ കാണാനായിട്ട് ഒരു സഹോദരി വന്നു. 3 മാസത്തിന് മുമ്പ്, ജൂലൈ മാസത്തിൽ ഒരു സഹോദരി വന്നു. ചങ്ങനാശ്ശേരിക്കാരിയാ, പേര് പറയുന്നില്ല.
എന്തൊക്കെ പറഞ്ഞു, ഞാൻ 4 കോടീശ്വരയാണ്. അങ്കിളൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ 5ാമത്തെ കോടീശ്വരയുടെ ആകണം. LICയുടെ ഒരു പെണ്ണ്, കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ, കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ. നിങ്ങൾക്കും കഴിയുന്ന ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങൾ ദരിദ്രയായിട്ട് താമസിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, അവൻ പറയുന്നത് ചെയ്യുക, സഹായിക്കുക. സഹോദരന്മാരെ സഹായിക്കണം. സഹോദരിമാരെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഒരു വാക്യം എഴുതിയെടുത്താട്ടെ. 1 രാജാക്കന്മാർ 7:13. ഒരു വിധവയുടെ മകൻ അസാധാരണ കഴിവുള്ള ഒരു മൂശാരിയായിരുന്നു. ആര് പഠിപ്പിച്ചു? അമ്മ പഠിപ്പിച്ചു. സഹോദരിമാരെ എഴുതിയെടുത്താട്ടെ. 2 ശമൂവേൽ 14:8. ഒരു വിധവയോട് ദാവീദ് രാജാവ് പറയുകയാണ്, നിന്റെ വീട്ടിലേക്ക് പോക, ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും. എന്റെ ദൈവം നിന്നെ ദാവീദ് പറഞ്ഞു സഹായിക്കാമെന്ന്. ദാവീദ് പുത്രൻ നിന്നെ സഹായിക്കും. ദാവീദ് പുത്രൻ നിന്നെ സഹായിക്കും. സദൃശവാക്യം 15:25 2ാമത്തെ ഭാഗം. വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. വിധവമാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അതിര് ദൈവം വലുതാക്കി ഉറപ്പിച്ചു തരും. ലൂക്കോസിന്റെ സുവിശേഷം 2ാം അധ്യായത്തിന്റെ 37ാമത്തെ വാക്യം. ഹന്ന ആരായിരുന്നു? അവൾ പ്രാർത്ഥനയിലായിരുന്നു. 37 ദേവാലയം വിട്ട് പിരിയാത്തവളും ഉപവാസത്തോടും പ്രാർത്ഥനയും കൂടെയായിരുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവവേല ചെയ്യാം, വേദപുസ്തകത്തോട് 10 വീട്ടിൽ പോയി സുവിശേഷം പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ചെയ്തതുപോലെ 1 രാജാക്കന്മാർ 7:13 ചെയ്തതുപോലെ വിധവയായാലും നിങ്ങളുടെ മക്കളെ മിടുക്കരാക്കണം. നമ്പർ 1 ആക്കണം. നമ്പർ 1 ആക്കണം. സാധാരണക്കാരല്ല. നിങ്ങളുടെ മക്കളുടെയൊക്കെ പറയണം, നോ, ഡോണ്ട് ബി ആൻ ഓർഡിനറി പേഴ്സൺ, ബിക്കം ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഉദ്യോഗത്തിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ കഴിവിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ സമയം കഴിഞ്ഞു. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ദേവദാസന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞാൻ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും മുറിവേറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവരെ ആശ്വസിപ്പിക്കണമേ. ഈ സഹോദരിമാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കഴിവ് കൊടുക്കണമേ. അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കണമേ. നീ എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ ദേവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യുവാക്കളെ അനുഗ്രഹിക്കുന്നു, യുവതിമാരെ അനുഗ്രഹിക്കുന്നു, വിധവമാരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും പിന്നീട് കാണാം. Hallelujah.